The thing was, they are not, they were masters, but they were not knowing that because they were under the childish treatment. വന്നില്ല, സാരമില്ല, നമുക്ക് മൂന്നാം അധ്യായത്തിൽ പോയിട്ട് വരാം. അപ്പം മറ്റു വന്നോളൂ. ചാപ്റ്റർ 3 വേഴ്സ് ദയവായിട്ട് നിങ്ങൾ 23 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. Galatians chapter 3 verse 23 onwards. But before the faith came, we were kept inward under the law, shut up unto the faith which should afterwards be revealed. Okay, so that the law is become our tutor. Law is become our tutor. Law has become our tutor unto Christ, that we might യേശുവിലേക്ക് നടത്തുവാൻ ന്യായപ്രമാണം നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. The law started teaching us to come to Christ. ലോയെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്യൂട്ടർ എന്നാണ്. Law is being said as tutor here, the one who teaches. ഹല്ലേലൂയ. നല്ലതായിട്ട് ശ്രദ്ധിച്ചാലേ ആ നല്ല ആശയം തുറക്കുള്ളൂ. മൂന്നാം അധ്യായത്തിൽ ഇവർ ട്യൂട്ടറിന്റെ കീഴിലേക്ക് പോയി. In chapter 3 they went to the tutor. അതാണ് ചാപ്റ്റർ 4 ഇവരുടെ അവകാശത്തെ തടഞ്ഞത്. That stopped their inheritance in chapter 4. ഹലോ, ഇല്ല, മനസ്സിലായില്ല, ഒന്നുകൂടെ വിശദീകരിക്കാം. ഇൻ ക്രൈസ്റ്റിൽ നിന്നവർ once they were under the law, in Christ once they were under the law, the people who were in Christ, യേശുക്രിസ്തുവിലായിരിക്കുന്നതിന് മുമ്പേ അവർ ഓർഡിനൻസിന്റെയും ഡൂസ് ആൻഡ് ഡോൺസിന്റെയും കൽപ്പനകളുടെയും കീഴിലായിരുന്നു. Before they were in Christ, they were under the law which teach them what to do and what not to do. ആ ഓർഡിനൻസിന്റെ കീഴിലായിരുന്ന ടൈം അണ്ടർ ദി ട്യൂട്ടർ എന്ന് പറയുന്ന ടൈമാണ്. They were under the ordinances and that is the time they were under the tutor. ആ ട്യൂട്ടറിന്റെ കീഴിലായിരുന്നിടത്തു നിന്നാണ് യേശു ഇവരെ ഡെലിവർ ചെയ്തത്. From that tutor's thing, Jesus delivered them. ആ ട്യൂട്ടറിന്റെ കീഴില് അവകാശ വിഭജനമൊന്നുമില്ല. Under the tutor there is no inheritance. ഹെയർ ഒന്നും അവിടെ വെളിപ്പെടത്തില്ല. There is no revelation of the hair. അവിടെ പ്രതിഫലമാണ്, അല്ലാതെ അവകാശമല്ല. There is reward, not inheritance. അവകാശവും പ്രതിഫലവും രണ്ടാണ്. Reward and inheritance is different. പ്രതിഫലം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് തരുന്നത്. അവകാശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളതാ, ഞാനൊന്നും ചെയ്തു നേടുന്നതല്ല. Reward is what you do and get, and what is hair means you already have it, you don't do anything for it. നിയമത്തിൽ അവകാശമില്ല, നിയമത്തിൽ പ്രതിഫലമേ ഉള്ളൂ. I did that, so I will get it. In law there is no I did and I got it. Okay, ഞാൻ ചെയ്തില്ല, എനിക്ക് കിട്ടത്തില്ല. If I don't do, I won't get it. സോ നിയമത്തിൽ ഉള്ളത് അവകാശമല്ല, നിയമത്തിലുള്ളത് പ്രതിഫലമാണ്. ചെയ്യുന്നതിനനുസരിച്ച് if you obey all this, then I will bless you. If you will not obey, I will curse you. In law there is nothing. If you do this, you get it. If you obey, you are blessed. Okay. If you don't obey, you are cursed. Based on what you do. What you get is based on what you do. പക്ഷേ അവകാശം എന്ന് പറയുന്നത് ചെയ്തിട്ടല്ല, ജനിച്ചത് കൊണ്ട് എനിക്കത് കിട്ടുകയാണ്. But here is not that, because I am born into that and I am getting it. Hey, come on. വീട്ടിൽ പണിക്ക് വരുന്ന Servant. കൂലിക്കാരൻ്റെ പേരെന്നാ? ഒരു പേര് പറ. ശശികുട്ടൻ. ഓക്കെ, ശശി. വീട്ടിൽ കൂലിക്ക് പണിയാൻ രാവിലെ വരുന്ന ശശിക്ക് കൊടുക്കുന്നത് അവകാശമല്ല, പ്രതിഫലമാണ്. The servant who comes to do work in the house, what you pay him is not is the reward for what he does. രാവിലെ മുതൽ ജോലി ചെയ്യാതെ അയാൾക്ക് അതിന്റെ കൂലി കൊടുത്തേക്കാം. He is being paid for what he did. പക്ഷേ വീട്ടിലെ മകനായി എനിക്ക് ശശികുട്ടന് കൊടുക്കുന്നതല്ല തരുന്നേ. If I am the son of the house, I don't have to do that. ഞാൻ രാവിലെ മുതൽ പറമ്പിൽ അധ്വാനിക്കുന്നതുകൊണ്ടല്ല അപ്പൻ എനിക്ക് ആഹാരം തരുന്നത്, ഞാൻ അപ്പന്റെ മകനായോണ്ട് അപ്പൻ എനിക്ക് ആഹാരം തരുന്നത്. My father gives me everything because I am his son. യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ളത് പ്രതിഫലമല്ല, പ്രതിഫലത്തിന് നിങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല. In Jesus what you have is not rewards. യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ളത് അവകാശമാണ്. In Jesus you have the inheritance. ഈ അവകാശം പ്രാപിക്കുന്നതിന് മുമ്പ്
ഈ അവകാശം പ്രാപിക്കുന്നതിനും ഞാൻ പറഞ്ഞല്ലോ പ്രതിഫലവും അവകാശം എന്ന് പറയുന്നത് യേശുവിലും പ്രതിഫലം എന്ന് പറയുന്നത് നിയമത്തിലുമായിരുന്നു. സോ ട്യൂട്ടറിന്റെ കീഴിലായിരിക്കും എപ്പോഴും അവകാശമില്ല, പ്രതിഫലമേ ഉള്ളൂ. അവിടുന്നാണ് യേശു നമ്മളെ ഡെലിവറി ചെയ്ത് അവകാശത്തിലേക്ക് എത്തിച്ചത്. അതാ ചാപ്റ്റർ 4:1 പറയുന്നത്, അവകാശിയാക്കി സർവ്വത്തിനും യജമാനുമാക്കി. In law, what you did, you got the reward for it. But when you became a heir, you got everything because you are the heir of all things under him. ഇപ്പൊ എന്ത് പറ്റിയെന്നറിയാമോ? ഇവര് എവിടെ ആയിരുന്നോ അവിടേക്ക് തിരിച്ചുപോയി. What happened here is where they were before, they went back to that. യേശു ക്രിസ്തുവിൽ ഇവരെ ഇരുത്തിയ പൊസിഷനിൽ നിന്ന് അവർ തിരിച്ചുപോയി. They were seated in Jesus, but then they went back to the original position. ആ ട്യൂട്ടറിന്റെ കീഴിലേക്ക് പിന്നെയും പോയി. They went back to the position of the tutor. ഇവിടെ ഈ ട്യൂട്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത് ലോയെയാണ്. Here what is being said about the tutor is the law. Work. ഈ ഗലാത്യ ലേഖനത്തിൽ പ്രവൃത്തി എന്ന ആശയം മുഴുവൻ ന്യായപ്രമാണത്തോട് ബന്ധപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. In Galatians, whatever is said about work is coinciding to the law. സോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകുമായിരിക്കും. ചാപ്റ്റർ 3:23 onwards. But before the faith came, we were kept in the word under the law, shut up unto the faith which should afterwards be revealed. Okay. So that the law is become our tutor. Law was our tutor to bring us unto Christ. To bring us unto Christ. That we might be justified by faith. For the justification in Christ, law became our tutor. For justification in Christ, law became our tutor. യേശുവിലുള്ള നീതി സ്വീകരിക്കാൻ വേണ്ടിയുള്ള നമ്മളെ ഒരുക്കാനായിരുന്നു ന്യായപ്രമാണം. We were to be prepared to come to Christ. That was the law for. Okay. ഇനി verse 25. But now faith. But now what happened? Faith that is come. Faith came. Now faith that is come. We are no longer under a tutor. We are no longer under the tutor. ഇവിടെ ഈ ട്യൂട്ടറിന്റെ കീഴിൽ അല്ല എന്ന് പറഞ്ഞെങ്കിലും ഇവർക്ക് സംഭവിച്ച എന്നാന്നറിയോ? ഇവർ ട്യൂട്ടറിന്റെ കീഴിലായിപ്പോയി. Here they said they are not under tutor, but they became under the tutor. So 26 നോക്കിക്കേ. Verse 26 says, for he are all sons of God through faith in Christ Jesus. യേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു. Because you believed in Christ, you became the sons of God. ട്യൂട്ടറിന്റെ കീഴിൽ സൺഷിപ്പ് ഇല്ല. Under tutor there is no sonship. സർവന്റ്ഹുഡേ ഉള്ളൂ. There is only servant. ഹലോ, ട്യൂട്ടറിന്റെ കീഴിൽ സൺഷിപ്പ് ഇല്ല, പുത്രത്വം ഇല്ല. Under tutor, under the law, there is no sonship. It's only servanthood. അവിടെ ദാസന്മാരേ ഉള്ളൂ. There is only servant under the tutor. പക്ഷേ യേശുവിൽ ദാസന്മാരില്ല, പുത്രന്മാരേ ഉള്ളൂ. But in Christ there is no servants but sons. സോ ട്യൂട്ടറിന്റെ കീഴിൽ നിന്ന് മാറി ക്രൈസ്റ്റിന്റെ കീഴിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ച പ്രധാന മാറ്റം ഇതാണ്, servant became son. When you came out of the tutor, came to faith, thank you, Jesus. you became the sons. Hallelujah. Servant ആയിരുന്നു, ഇപ്പൊ son ആയി. You were a servant but you became son. അവകാശി അല്ലായിരുന്നു, ഇപ്പൊ സകലത്തിന് അവകാശിയായി. You were not an heir but you became a heir of all things. ഒന്നിനും ലോഡ് അല്ലായിരുന്നു, പക്ഷേ ഇപ്പൊ സകലത്തിന് ലോഡായി. You are Lord of none but you became the Lord of all. യേശു ക്രിസ്തുവിൽ ഇതാണ് നിങ്ങളെ ആക്കിയിരിക്കുന്നത്. This is what you have been made in Christ. നിങ്ങൾ strangers ആയിരുന്നു, ഇപ്പോൾ നിങ്ങൾ sons and daughters ആയി. You were once strangers but now you are sons and daughters. So ട്യൂട്ടറുടെ കീഴിൽ നിന്നുള്ള ആ ഡെലിവറൻസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. So you have been delivered from the tutor, which is the law. That is the greatest thing that you have to see. ഇപ്പൊ ഇനി this is the question. ഇതാണ് ഇവിടുത്തെ ചോദ്യം. Are you still under the tutor or under the Christ? Now we have a question here. Are you still under the tutor or you are under Christ? ഈ ട്യൂട്ടറിന്റെ കീഴിൽ എന്ന് പറഞ്ഞാല് ഇൻസ്ട്രക്ഷൻസിന്റെ കീഴിലാകുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. The being under a tutor means being under instructions, being under the law. ശിശുപാലകൻ എന്ന് പറഞ്ഞാല് നമുക്ക് നാട്ടിലെ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആശാമ്പള്ളിക്കൂടം, നഴ്സറി സ്കൂള്, ബേബി കെയർ യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് അവിടെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഡാ അങ്ങോട്ട് തിരിയരുത്, എടേ ഇങ്ങോട്ട് നോക്കരുത്, അത് തുടരരുത്, അടി പിടി. Under the tutor, under the law, it's what you have to do and what you don't have to do. You do this and you don't do that. That is what being taught under the law. ശിശുപാലകന്റെ കീഴിൽ എപ്പോഴും do's and don'ts ആണ്. Under the tutor,
it's always do's and don'ts. ഇന്നും ഡൂസ് ആൻഡ് ഡോൺസ് പ്രസംഗിക്കുന്നിടത്ത് ഈ ട്യൂട്ടറിംഗ് ആണ് നടക്കുന്നത്. Today also when people preach about do's and don'ts, this is what same thing happens. യേശു ക്രിസ്തുവിലുള്ളത് ഡൂസ് ആൻഡ് ഡോൺസ് ആയിരുന്നെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോ ആൻഡ് ജീസസ്? If under Christ it was do's and don'ts, then what is the difference between law and Jesus? 412 കൽപ്പനകളായിരുന്നു ലോ. There were 412 laws, that were commandments that was under the law. That was the law. If you obey all this, then I will bless you. This is what law. If you obey all these commandments, I will bless you. That was the law. ഇതാണ് ട്യൂട്ടറുടെ കീഴിലെ കണ്ടീഷൻ. That is the condition under the tutor. But in Christ Jesus, But in Christ Jesus, I am not obeying 4,000 or 400 commandments. I am not obeying 400 commandments. But I am believing the one who obey more than 4,000 commandments. But I believe the one who obeyed these That commandments. is none but Jesus our Lord. That is none but Jesus our Lord. Hallelujah. Hallelujah. By obeying Jesus, you are fulfilling the law. By obeying Jesus, what you do is you are fulfilling the law. Hallelujah. What a wonderful thing. Hallelujah. By obeying Jesus, by believing Jesus, By obeying Jesus, by believing all in Him. the righteousness need to fulfill is fulfilling in me by obeying Jesus who fulfilled the law. By obeying in Him, by believing in Him, Oh, whatever praise you God. need to do has been done by Him. So everything is Hallelujah. fulfilled in you. So, chapter 3, if you read from verse 19, you will understand what happened to the Galatians church. Chapter 3 verse 19 says what happened to the church of Galatians. അവരെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോയി. They were diverted from what they were. Hallelujah. എന്നിട്ട് യേശുവിലുള്ള verse 26 വായിച്ചിട്ട് ഞാൻ തിരിച്ചു പോകാം. For he are all sons of God through faith in Christ Jesus. യേശുവിനെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ മക്കളായി. When you believed in Christ, you became sons. എന്നിട്ട് പറയാ അതിൽ ആണില്ല പെണ്ണില്ല. verse 28. And in verse 28 says, there is no Jew, no Greek, there is no one bond and no one free, and there is no male, no female. എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യം ലഭിച്ചു. യേശുവിൽ ഞാൻ അവകാശിയാണെന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. Everybody got that freedom that what you are in Christ. യേശുവിൽ ഞാൻ അവകാശിയാണെന്നുള്ള തിരിച്ചറിവ് ലഭിച്ചു. Everybody became a heir in Christ. ഇനി ചാപ്റ്റർ 4ലേക്ക് വന്നാട്ടെ. When you come back to chapter 4, അവകാശിയാണ്, സർവ്വത്തിനും യജമാനനുമാണ്. and if you are a heir, you are the master of all things. പക്ഷെ ശിശു ആയിരിക്കുന്നിടത്തോളം, But until you are a child, ട്യൂട്ടറിന്റെ കീഴിലായിരിക്കുന്നിടത്തോളം, until you are under the tutor, നിങ്ങൾ ഇതിന് തുല്യരാണ്. സെർവന്റിന് തുല്യരാണ്. you are equivalent to a servant. ആ രണ്ട് ഫേസ് ഒന്ന് കണ്ടാട്ടെ. ഒരു ഭാഗത്ത് ദാസൻ, മറുഭാഗത്ത് യജമാനൻ. Let us see both the things. One side you see a servant, and second side you see the master. ഇതാണ് ഇന്നത്തെ പലരുടെയും ക്രിസ്ത്യൻ ലൈഫ്. ദിസ് ഈസ് നോട്ട് റിയൽ ക്രിസ്ത്യൻ ലൈഫ്. This is what many have What we the Christian see. life today, but this is not the real Christian life. ഞാൻ യജമാനനാണോ അതോ ദാസനാണോ? Am I a master or a servant? ഇവിടെ ഇനി ലോകത്തിലുള്ള വ്യവസ്ഥിതിയും ദൈവത്തിന്റെ വ്യവസ്ഥിതിയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുകയാണ് ചാപ്റ്റർ 4 2 മുതലുള്ള വാക്യങ്ങൾ. In this we are comparing the world and comparing what is in God. ലോകത്തിലെ ശിശു, the child who is of the world. രണ്ട് ശിശുക്കളെ കൊണ്ടുവരികയാണ്. ലിസൺ കെയർഫുള്ളി, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോകത്തിലെ ശിശു ഓർഡിനൻസിന്റെ കീഴിൽ പോയി, ട്യൂട്ടറിന്റെ കീഴിൽ പോയി ശിശു ആയവൻ. ഇത് രണ്ടും കൂടെ വിശദീകരിക്കുക. There is two things that is happening. One, child of the world is under the ordinances, under the law. Okay. ഇനി രണ്ടാമത്തേത്. And the second one, യേശുക്രിസ്തുവിൽ ആയിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത ശിശു, the one who is in Christ, ലോകത്തിലെ ശിശു. the one who is in Christ but he has not understood, he is still in the world. നിയമത്തിന്റെ കീഴിലെ കുട്ടി, യേശുവിന്റെ കീഴിലെ കുട്ടി. The one who is in the world and one who is in Christ. ലോകത്തിലെ കുട്ടി, നിയമത്തിന്റെ കീഴിലെ കുട്ടി. The child who is of the world and the child who is in the law. Verse 2. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവൻ എത്ര എന്ന് പറയുന്നു. ലോകത്തിൽ ഇങ്ങനെയാണ്. മോൻ എത്ര വലിയ ആളുടെ ആണെങ്കിലും ഒരു സർട്ടൻ പീരീഡ് വരെ അവൻ ഗാർഡിയൻസിനും സ്റ്റുവാർഡ്സിനും കീഴിലാണ്, അപ്പോയിന്റഡ് ബൈ ദി ഫാദർ.
the son, when he is small, he is under the guardianship or the stewardship until the day appointed by the father, as long as he is a child. എത്ര കോടിക്കണക്കിന് രൂപ സ്വത്തുള്ള അപ്പൻ്റെ മകനാണെങ്കിൽ കൂടെ അവനിൽ ആ പൗരുഷം വെളിപ്പെടുന്നത് വരെ അപ്പൻ വെയിറ്റ് ചെയ്യും ഇത് അവനെ കൊടുക്കാനായിട്ട്. And the father will wait until the son becomes mature enough so that he is given everything. Verse 2, if you want to read verse 2, then And you will verse 2 says, but is under guardians and stewards until the day appointed of the father. Okay, so until the day appointed of the father, പിതാവ് നിശ്ചയിച്ച അവധിയോളമാണ് ഗ്രഹവിചാരകന്മാർക്കും മറ്റുള്ളവർക്കും കീഴ്പ്പെട്ടവൻ അത്ര എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Until the day appointed by the father, he is subjected to the stewards and the guardianship. So we also, അതുപോലെ നമ്മളും, so we also, when we were children, were held in when bondage. we were children, so not we are children, we were children. So when we were also, നാം ശിശുക്കളായിരുന്നപ്പം, ഇപ്പോഴത്തെ കാര്യമല്ല പറയാം, ശിശുക്കളായിരുന്നപ്പം, when we were children, when we were under the law, when we were under the law, when we were under the law, നാം ശിശുക്കളായിരുന്നപ്പോ, when we were under the law, that is the അതുപോലെ നാമും we were also held in bondage under the rudiments of the world. ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠത്തിന് അടിമപ്പെട്ടിരുന്നു. You were under the bondage and rudiments of the world. Now what happened? എന്നിട്ട് ഇപ്പോ എന്നാ സംഭവിച്ചു? But when the fullness of time came, when the fullness of the time came, God sent his only begotten son, born of a woman. He was born under the law to redeem us from the tutor, from the ordinance, from the do's and don'ts. But when the fullness of time came, God sent his only son Jesus, who was born of a woman, that we might be redeemed from the law and we might receive the sonship. പ്രായപൂർത്തിയാകുന്ന ഒരു മകന് അപ്പന് അവകാശം എഴുതി കൊടുക്കത്തില്ലേ? When the son becomes mature enough, Hello. the father gives the rights to him. എഴുതി കൊടുക്കത്തില്ലേ? He gives the inheritance to him. ആ ശിശു അവസ്ഥയിൽ നിന്ന് അവൻ വളർന്നു കയറി കഴിയുമ്പോൾ എല്ലാ അപ്പം കൊടുക്കുകയല്ലേ? When he becomes mature from the son stage, he becomes mature enough. The father gives everything to him. ഈ മെച്യൂരിറ്റിയാണ് യേശു വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായത്. That maturity became when Jesus came. So യേശുവിനെ അയച്ചത്, so because Jesus was sent, നിങ്ങൾ മെച്യൂർഡ് ആയപ്പോഴാണ്. when you became mature. മറ്റൊരു വാക്യം പറഞ്ഞ യേശുവിനെ അയച്ചാണ് നിങ്ങളെ മെച്യൂർഡ് ആക്കിയത്. In other words, it says by Jesus coming, you became mature. You were not mature by your effort to the heirs, to the inheritance. That's why he sent his only begotten son. He was born under the law. He redeemed us from the ordinance and he made us mature in him. So when the fullness of time came, God sent his son, only son Jesus, thank you, Jesus, so that you might be redeemed from the law and become the sons under him. പിതാവ് നിശ്ചയിച്ച അവധിയാകുമ്പോഴല്ലേ ലോകത്തിലെ അപ്പന്മാർ മക്കൾക്ക് അവകാശം കൊടുക്കുന്നേ? When the father, the appointed time comes, that is the time when the father gives the rights to the sons. അതേ പിതാവിന്റെ അവധിയിലാണ് പുത്രനായ യേശു വന്നത്. When the fullness of the time has come, പുത്രനെ അയക്കണമെന്ന പിതാവിന്റെ സമയം വന്നപ്പോഴാണ് യേശുവിനെ അയച്ചത്. So when the time came, the fullness of time came, Father sent his only son Jesus to redeem you. അതൊന്ന് ഉള്ളിലോട്ട് വീഴണമേ. ഇവിടുത്തെ അപ്പന്മാർ ഒരു ടൈം ആകുമ്പോ അവരെ ഫ്രീ ആക്കുന്നത് പോലെ അവിടുത്തെ അപ്പൻ ഒരു ടൈം ആയപ്പോ യേശുവിനെ അയച്ച് നിങ്ങളെ തന്നെ ഫ്രീ ആക്കി. Amen. Here in this world, the father releases his son when a time comes, appointed time comes, when it's mature enough. The same time, heavenly father sent his only son to redeem you when you became mature. അപ്പന് സമയമായെന്ന് തോന്നുമ്പോൾ അവകാശം കൊടുക്കും. ഇതുപോലെ എനിക്ക് അവകാശം തരാൻ ഒക്കത്തില്ല, കാരണം ഞാൻ അവകാശിയല്ല. അതുകൊണ്ട് തന്നെ അവകാശിയെ അയച്ച് അവകാശിയിൽ എന്നെ അവകാശിയാക്കിയിട്ട് എനിക്ക് അവകാശം തന്നിരിക്കുകയാണ്. The heir himself came down and made you a heir. This is awesome. This is awesome. Hallelujah. Thank you, Jesus. Hallelujah. Verse 4 ഒന്ന് വായിച്ചോട്ടെ. Galatians 4:4 again. Hallelujah. Read Galatians 4. When the fullness of the time come. But when the fullness of the time came, what happened? When the fullness of the time came, God sent forth പിതാവിന്റെ നിശ്ചയിച്ച സമയമായപ്പോൾ, when the fullness of time came, when the father, he made a decision for the time. Yes, that's the absolute word. Father, he made a decision. I am going to send my son. Father made a decision that I will send my son.
ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, എന്തിനാ പുത്രനെ അയക്കുന്നേ? Why did Father send the Son? എനിക്ക് അവകാശികളെ ഉണ്ടാക്കണം. I have to have the inheritors. എനിക്ക് എന്തൊക്കെ ഉണ്ടോ അത് പിരിച്ചു കൊടുക്കാൻ സമയമായി. Whatever I have is to be given. Time has come to be given. Hey, come on. എനിക്ക് എന്തൊക്കെ ഉണ്ടോ അത് പിരിച്ചു കൊടുക്കാൻ സമയമായി. Whatever I have, the time has come to be given to you. എനിക്കുള്ളത് വിഭജിക്കാൻ സമയമായി. Whatever I have, the time has come to be divided. ആ സമയത്തിലാണ് യേശുവിനെ അയച്ചത്. That is the time Jesus came. അയച്ച യേശുവിൽ നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ അവകാശികളാണ്. And in Jesus you are not an orphan. You are an inheritor. Hallelujah. പിതാവ് നിശ്ചയിച്ച അവധിയിലാണ് ദൈവം പുത്രനെ അയച്ചത്. The Father made a decision Jesus. and appointed time, and that is the time Jesus was sent. Hallelujah. I was under the ordinance. I was under the tutor. ആ ട്യൂട്ടറിന്റെ കീഴിൽ അവകാശം പ്രാപിക്കാൻ കഴിയാതെ എനിക്ക് എന്ത് അവകാശം കിട്ടുമെന്ന് ഞാൻ ദൈവത്തെ നോക്കി നിലവിളിച്ചപ്പോഴാണ് യേശുവിനെ അയച്ച് എനിക്ക് അവകാശം തന്നത്. I was under the tutor, I was under the law, and when I looked up and said, when can I be redeemed? That is the appointed time came, and the Father sent his Son Jesus to redeem you from the law, to be made an inheritor. Hallelujah. ഗലാത്യർ 4:4 നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ നല്ലൊരു വാക്യമാണ്. ദയവായി അത് പഠിച്ചാൽ. കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ്റെ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ, നിങ്ങൾ ഞാനും മക്കളാകേണ്ടതിന് തന്നെ, നിങ്ങൾക്കും എനിക്ക് അവകാശം കിട്ടേണ്ടതിന് തന്നെ. Why God sent his Son? Nothing, no any other plan is there in the heart of the Father. Only one plan, that is you became his inheritor. നിങ്ങളും ഞാനും അവൻ്റെ അവകാശികളാകണം. ആക്കാൻ വേറെ ഒരു പ്ലാൻ, വേറെ ഒരു വഴിയും ഇല്ലാഞ്ഞിട്ട് കാലസമ്പൂർണ്ണ വന്ന ദൈവം തന്റെ പുത്രനെ അയച്ചു. താങ്ക് യു. But when the fullness of time came, in Galatians 4 it says, but when the fullness of time came, God sent forth his Son Jesus to redeem you from the law, so that you are free in Christ, and you are given the sonship, and you became the sons in him. Hallelujah. Hallelujah. ഇവിടുത്തെ പിതാക്കന്മാർ സമയമാകുമ്പം അവകാശം വിഭജിച്ച് തരുന്ന പോലെ തന്നെ അവിടുത്തെ പിതാവിന്റെ സമയമായപ്പോൾ അയച്ചതാ യേശുവിനെ. Like the fathers in this world, when he divides his property between his children, the same way when the appointed time came, Heavenly Father sent his Son so that you become sons in him and inheritors in him. ഇതാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. അവനെ താൻ സകലത്തിനും അവകാശി ആക്കി വെച്ചു. തിരുഹിതത്തിന്റെ മർമ്മപ്രകാരം സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിച്ചു. എന്തിനാ അവനെ അവകാശിയാക്കി വെച്ചത്? എന്നാൽ മാത്രമേ അവന് അവകാശം കൊടുക്കാൻ പറ്റുള്ളൂ. അവനെ അവകാശിയാക്കാതെ അവൻ അവകാശം തരാൻ പറ്റില്ല. അവനെ അവകാശിയാക്കി അവകാശിയെ സമയത്തയച്ചു, അവകാശം തന്നു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. Come on, let us celebrate, people of God. He was made an inheritor, so that when he became the inheritor and he came down, so that he become an inheritor in him. Because without him becoming an inheritor, you cannot become an inheritor, and you have been made because the inheritor himself came down. നിങ്ങൾ എന്തോ വാങ്ങി പിരിയാൻ വന്നവരല്ല. You didn't come to take something and go. അപ്പൻ്റെത് മുഴുവൻ അനുഭവിക്കാൻ വന്നവരാ. You have come to have experience everything that the Father has. നിങ്ങൾ ഫീൽഡിൽ ജോലി ചെയ്യുന്ന സെർവന്റ് അല്ല, വീട്ടിൽ ജനിച്ച സണ്ണാ. You are not the worker servant who works in the field, but you are the sons. പരിശുദ്ധാത്മാവേ, അത് വ്യാപരിക്കട്ടെ. ഓരോ മക്കളുടെയും കണ്ണു തുറക്കട്ടെ. സകലത്തിന്റെ യജമാനന്മാർ എഴുന്നേൽക്കട്ടെ. സകലത്തിന്റെ അവകാശികൾ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കരമുയർത്തി പ്രാർത്ഥിച്ചു. ഒരു വലിയ അഭിഷേകം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. സകലത്തിന്റെ അവകാശികൾ, സകലത്തിന്റെ യജമാനന്മാർ, everything, the master of everything, Lord of all things, the Lord of all things, Lord of all things, the Lord of all things. You are a command in Jesus' name. You can command in Jesus' name. നിങ്ങൾ കൽപ്പിക്കുന്നവരാണ്. You are the command. You can command in Jesus' name. You are no longer under the tutor. You are no longer under the tutor. If you are under the tutor, you are servant.
If you are under the tutor, If a you are servant. in Christ, you are no longer under the tutor. In Christ, you are no longer under the tutor. You are the son and daughter. You are the sons and daughters in Christ. In Jesus' name. In Jesus' name. In Jesus' name. In Jesus' name. Come on, people of God. Lift your both hands towards Lift heaven. your hands. Come on, come on, come Call on, come on. upon Him. Pray now, pray now. Thank you, Jesus. Say thank you, Jesus. Thank you, Jesus. Say thank you, Jesus. Say Thank you, thank you, Jesus. Jesus. Hallelujah. Jesus. Hallelujah. Understand your position in Hallelujah. Christ. Hallelujah. യേശുവിൽ നിങ്ങൾ ആരാണെന്ന് അറിയുക. Understand your position in Christ. Hallelujah. Know who you are in Christ. Hallelujah. Don't misunderstand me if I explain this way. സകലത്തിലും എങ്ങനെ ലോകത്തിന്റെ മെത്തേഡ് അല്ല ദൈവത്തിന്റെ മെത്തേഡ്. The methods that the world follow is not what God does. ലോകത്തിന്റെ മെത്തേഡ് എങ്ങനെയാണ്? നീ മെച്യൂർ ആയിട്ട് വന്നാൽ നിനക്ക് തരാം. The way that the world follows is you mature and come and you will get. പക്ഷെ ദൈവത്തിന്റെ മെത്തേഡ് മെച്യൂർഡ് ആക്കാൻ ഞാൻ തരാം. And the method of the God is I will give you to become mature. നീ മെച്യൂർഡ് ആയിട്ട് വാ എന്നാ ഞാൻ നിനക്ക് തരാം. You become mature and come, I will give. യേശു പറഞ്ഞ അതല്ല. And that's not what Jesus said. ഞാനിത് നിനക്ക് തരാം, ഇത് നിമിത്തം നീ മെച്യൂർഡ് ആവും. I will give you this, and because of this, you will become mature. Hallelujah. Hallelujah. See, ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നോക്ക്. And you see what happens here. Who is mature here? Who is mature here? I am not mature. I am not mature. Jesus, the matured son, Jesus, who is the matured reason son. for your inheritance. Jesus, who is the matured son, is the very reasons for your mature. For the inheritance. For the inheritance. Hallelujah. Hallelujah. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കേട്ടെ അത്. Hallelujah. Amen. Thank you, Jesus. എന്തിനാണ് he delivered us from the tutor, from the law? For what? Why did he deliver us from the tutor, which is the law? Verse 5. In verse 5 it says that he might That redeem, we might receive adoption of his son. that we might receive the adoption of his son. By believing in Jesus, By who believing in- delivered us from the law, you are receiving his adoption. By believing in Jesus, you are receiving the adoption of son. യേശു എന്ന പുത്രനെ വിശ്വസിക്കുമ്പോൾ When you believe Jesus, who is the son, നിങ്ങൾ വീണ്ടെടുപ്പാണ് സ്വീകരിക്കുന്നത്. you are receiving the redemption. Hey, come on. Read from verse 4. Let's read from verse 4. When the fullness of the time came, But when the fullness of the time came, Ah. God sent forth his son. God sent forth his son. God sent forth his son. ദൈവം കാലസമ്പൂർണ്ണത വന്നപ്പോ നിങ്ങളെ മെച്ചൂറാക്കിയെന്നല്ല, When the fullness of time മെച്ചൂർഡായ came, പുത്രനെ അയച്ചു. when the fullness of time came, it doesn't say that you have become mature, but he sent the mature son. He sent forth his own son. ഓ, ഇവിടെ ഈ ഫുൾനെസ് ഓഫ് ദി ടൈം കെയിം എന്ന് പറയുന്നതിന്റെ രണ്ട് കമ്പാരിസൺ നടത്തി. ഞാൻ മേളിൽ പറഞ്ഞു ഒന്ന് കേട്ടാട്ടെ നിങ്ങളത്. ഈ ലോകത്തിന്റെ അപ്പന്മാർ അവിടുത്തെ അപ്പൻ, Let us ഈ compare that. ലോകത്തിന്റെ അപ്പന്മാർ വളരുമ്പം കൊടുക്കും. This ആ ലോകത്തിന്റെ അപ്പൻ വളർന്നു എന്ന് തോന്നിയപ്പോ വളരാൻ വേണ്ടി തന്റെ പുത്രനെ അയച്ചു. in this This is world, different. the fathers in this world gives the son when the son is mature, but the Father who is in heaven, he sent his son to make you mature. Yeah, exactly. Repeat again. In this world, the fathers, what they do is they give the sons when they are mature. Okay. And the heavenly Father sent forth his son so that he makes you mature. Yeah, okay, exactly. Hallelujah. അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലക്ക് വാങ്ങി. ഇവിടെ വർക്ക് മുഴുവൻ ചെയ്തത് യേശുവാണ്. All the work that was needed was done by Jesus. ഈ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് വിലക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ വില കൊടുത്തില്ല. You didn't give anything for, you didn't pay anything for coming out of the law.
ന്യായപ്രമാണത്തിന് കീഴിലുള്ള വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത്. എന്തിനാണ് ന്യായപ്രമാണത്തിന് കീഴിലുള്ള, ന്യായപ്രമാണത്തിന് കീഴിൽ എന്ന് പറഞ്ഞാൽ വി വെയർ നോട്ട് അണ്ടർ ദി ലോ. ആക്ച്വലി ഇത് ആ ജൂയിഷ് കോണ്ടെക്സ്റ്റിലാണ് എഴുതുന്നത്. പിന്നെ എന്താണ് ഇവിടുത്തെ ഇന്നത്തെ ഇതിൻ്റെ ആനുകാലിക പ്രസക്തി? Whenever I trust in my self-righteousness, again and again I am going to the same, to the law. അതാണ് ഇവിടുത്തെ വിഷയം. Here what it means is whenever you start believing in your own self-righteousness, Okay. you go back and slip back unto the do's and don'ts, which is the law. ഹല്ലേലൂയ. അതിനകത്തുനിന്ന് നിങ്ങൾ വില കൊടുത്ത് കയറി എന്നല്ല പറഞ്ഞേ. ദൈവം തൻ്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനെ നിയോഗിച്ച അവൻ ന്യായപ്രമാണത്തിന് കീഴിൽ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. അപ്പം വിലയ്ക്ക് വാങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഞാനും പുത്രത്വം പ്രാപിക്കണം. And God paid the price for redeeming you out of this law, and so that you become the sons. That he might redeem them that we were under the law, okay, that we might receive. See that word? We might receive. That we might receive. This is very important. Until you receive it, that we might receive. You will not enjoy this. You need to receive this. You need to realize this. Yes, I am no longer under the tutor, under the ordinance, under the do's and don'ts. He delivered me from that. I am in a new life with Jesus by believing him in his name. യേശുവിൻ്റെ നാമത്തെ വിശ്വസിച്ച് ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഇനി എനിക്ക് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. What we need to clearly understand is that we are no longer under the law. We have been redeemed out of the law and made the sons Jesus. in Christ. അതിന്റെ റിസൾട്ടാണ്, യേശു ഇത് ചെയ്തതിന്റെ റിസൾട്ടാണ് verse 6. That is the result of the finished work. You can read verse 6. The result of the finished work. നിങ്ങൾ മക്കളാകൊണ്ട്, see, and because you were sons, you are sons. നിങ്ങൾ മക്കളാകൊണ്ട്, because you are sons, നിങ്ങൾ മക്കളായി, you became sons. നിങ്ങൾ മക്കളാകൊണ്ട്, because you are sons. നിങ്ങൾ മക്കളാകും എന്നല്ല, ആയി. It doesn't say that you will become sons. You are sons. One day you will be എന്നല്ല പറഞ്ഞേ. നിങ്ങളാണ് ആകൊണ്ട്. You are sons. അതുകൊണ്ട്, that is why. വീട്ടിലുള്ളവനായതുകൊണ്ട് വീട്ടിലുള്ളത് എടുത്തോ. because you are from the house, you take from the house. Hallelujah. Hallelujah. ട്യൂട്ടറുടെ കീഴിൽ നിന്ന് രക്ഷിച്ച് സർവന്റ് ആയിരുന്ന നിന്നെ വീട്ടിൽ കൊണ്ട് അപ്പന്റെ ആക്കിയത് കൊണ്ട് call him അപ്പാ. Because you have been redeemed from the law and you have been put in the house, you can call him Abba Father. നിങ്ങൾ മക്കളാകൊണ്ട്, because you are the sons. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. The spirit of the Son of God has been sent to us so that you call him Abba Father. Hallelujah. സ്വന്തം പുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. സൺഷിപ്പിനെ, സ്പിരിറ്റ് ഓഫ് സൺഷിപ്പിനെ നിങ്ങളുടെ ഉള്ളിൽ ഇട്ടു. God through the spirit of sonship you can call him Abba. God sent forth his spirit so that through the spirit of sonship you can call him Father, Abba Father. Hallelujah. See that meaning. പുത്രത്വത്തിന്റെ ആത്മാവിനെ എൻ്റെ അകത്തിട്ടു എന്ന് പറഞ്ഞ പിതാവായ ദൈവത്തെ പുത്രൻ എങ്ങനെ അപ്പ എന്ന് വിളിച്ചോ, സെയിം സ്റ്റേജ്, സെയിം സ്പിരിറ്റ്, the same spirit, the same spirit. The Son called the Father Abba Father. The same Spirit was put in us so that you can call him Abba Father. പിതാവിൽ നിന്ന് പുറത്തു വന്ന പുത്രന് പിതാവിനെ അപ്പ എന്ന് വിളിക്കാൻ എത്ര അധികാരമുണ്ടോ, same authority. The same authority has been given to you because when the same Spirit has been given to you. Jesus. അതേ അധികാരം, same power. ഇവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. പിതാവിന്റെ പുത്രന്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. There is no doubt or confusion between the Father and the Son. അപ്പാന്ന് വിളിച്ചപ്പോ ഒരിക്കലും അപ്പം തിരിച്ചു പറഞ്ഞിട്ടില്ല, വിളിക്കൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. When the Son called Father, Abba Father, there was no confusion. Because he is calling from the spirit of sonship. Because he is calling from the spirit of sonship. That same spirit. The same spirit. Spirit of sonship. The spirit of sonship. Come on. That same spirit. The spirit of sonship. The spirit of sonship. Hey, you are not here.
The How same many of you Spirit. here? Hey, that the same Spirit, the Spirit of sonship. The same Spirit, the Spirit of sonship. Now, Father sending down the same Spirit of sonship into our heart so that we can also call Him like Jesus. Father sent forth the same Spirit in us so that you can call Him Abba Father. Like Jesus calls Father. As Jesus calls Father, you can call Him Father because the come same on. Spirit has been given to you. പിതാവായ ദൈവത്തെ പുത്രനായ ദൈവത്തിന് അപ്പ എന്ന് വിളിക്കാൻ ഏത് അധികാരമുണ്ടോ അതേ അധികാരത്തിൽ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് പറ്റും. കാരണം സെയിം സ്പിരിറ്റ്. Jesus can call Him Abba Father. The same Spirit Thank has been you, given to Jesus. you so that you can call Him Abba Father. This as is awesome. Jesus calls Him Father. This is awesome. I don't know how many of you are enjoying this. Hallelujah. 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 Pidave, 3.5 years of his ministry, every time he calls him, Pidave, Appa, ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയാനില്ല. പിതാവേ നിന്റെ നാമം ഞാൻ മഹത്വപ്പെടുത്തി. ഇത് ശിഷ്യന്മാര് കേട്ടിട്ടുണ്ട് 3.5 കൊല്ലം. അപ്പ 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 എന്ന് വിളിക്കുന്നേ. അന്നേരം ഇവർക്ക് മനസ്സിലായി ഇതൊരു വലിയ ബന്ധവാ. ഇത് കിട്ടിയാ കൊള്ളായിരുന്നു. 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 ഹല്ലേലൂയ. പക്ഷെ മരണം വരെ അത് കിട്ടിയില്ല. മരണം വരെ അത് കിട്ടിയില്ല. എന്നാൽ ക്രൂശിലെ മരണത്താൽ through his finished work on the cross, he has sent the same spirit of his sonship, spirit of his son, that we also might call him Abba. Through the death and resurrection, the cross, Jesus. you have received that same Spirit so that you can call Him Abba Father. Chapter 4 is your position in Christ. Chapter 4 reveals your position in Christ. നിങ്ങൾ യേശുവിൽ അവകാശിയാണ്. You are an heir in Christ. നിങ്ങൾ യേശുവിൽ യജമാനന്മാരാണ്. You are a master, the Lord in Christ. നിങ്ങൾ യേശുവിൽ അവകാശികളാണ്. You are the inheritors in Christ. നിങ്ങൾ യേശുവിൽ യജമാനന്മാരാണ്. You are masters in Christ. എങ്ങനെ? How? എങ്ങനെ? How? പുത്രൻ എങ്ങനെ അവകാശിയായോ അങ്ങനെ. How Jesus, his son, became an inheritor the same way. Father's spirit made son a son. Same spirit made you a son. As from the Father made a son. ഞാൻ മലയാളം പറയാം. സാഹിബ് ഇംഗ്ലീഷ് പറഞ്ഞു. ബാ. എൻ്റെ ഉള്ളിൽ കത്തുന്നു. ഞാൻ ഈ മനുഷ്യനെ ഇന്ന് ഒത്തിരി ഉപദ്രവിക്കുമെന്ന് തോന്നുന്നു. എൻ്റെ ഉള്ളിൽ കത്തുന്നത് ഇത് പറയുക ഭയങ്കരം. Praise God. Hallelujah. Hallelujah. This is amen. ഇവിടെ തിരിച്ചറിയേണ്ടത് ഇവിടെ നിന്നോടൊന്ന് ക്ലെയിം ചെയ്യാൻ പോവായിരുന്നു. Let us stand here and claim. Amen. Amen. ഇത് വഴി കൂടെ പോകുന്ന കൈ നീട്ടി വാങ്ങുന്ന അവതാരിയല്ല. This is not something you take from when you go on നിങ്ങളുടെ the വീട്ടിൽ വന്ന way. ബെഗറിന് നിങ്ങൾ ഇട്ടുകൊടുത്ത ചില്ലിക്കാശിന്റെ കണക്കല്ലിത്. This is not ഇത് something given to the അപ്പന്റെ beggar. അവകാശത്തിൽ ജനിച്ച This is being മകന്റെ given from the ജീവിതമാണ്. Father. ബ്രദറെ 10 ചോദിച്ചു, 8 ആഗ്രഹിച്ചു, 4 വന്നാൽ കൊള്ളാമെന്ന് ചിന്തിച്ചു. ഭാഗ്യം പോരാട്ടവും ബന്ധനവും ഒക്കെ കഴിഞ്ഞ് 2 വന്നു. 2ൽ ഞാൻ അങ്ങ് തൃപ്തിപ്പെട്ടു. No! I wanted 10, but I thought 8 would be enough. But I thought it's 8 for 2, 4 can come. Finally, I received 2. That's enough. And because after fighting through all these battles, This is not your life. that's not your life. If you ask 10, If you ask for 10, at least you will receive 1,000. at least you will receive 1,000. That is the sonship. Hey, come on. ഇത് അപ്പനും മോനും തമ്മിലുള്ള ഇടപാടാ. ഇത് വേറെ ആരും ഇല്ലാത്തില്ല. This is between the Father and the Son. There is nobody in between. Hallelujah. Hallelujah. നിങ്ങൾ ഞാൻ അപ്പാന്ന് വിളിച്ച് ദൈവം നിങ്ങളുടെ പിതാവും നിങ്ങൾ അവൻ്റെ മക്കളും ആയതല്ല. അപ്പനും മക്കളും ആയതുകൊണ്ട് അപ്പാന്ന് വിളിച്ചത്. പക്ഷെ റീസൺ ഇവിടെ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്, സ്പിരിറ്റ് ഓഫ് സൺ അതിനെ തന്നു. Spirit of Son was given to you so that you could call Him Father. See verse 6. Verse 6 says, Galatians 4 verse and 6. because you are sons, Hey, you are sons now. you are sons now.
You were servants. You were servants. Now you are sons. Now you are sons. എന്നെ ഇവിടെ സംഭവിച്ചേ? What happened here? ലോയിൽ നിന്ന് ഇറങ്ങി ഗ്രേസിലോട്ട് കയറി. From law you came out and you entered grace. ട്യൂട്ടറിനോട് ടാറ്റ പറഞ്ഞു, ആശാനോട് ടാറ്റ പറഞ്ഞു, സാറേ ഇനി കാണാന്ന് പറഞ്ഞു. ആശാനോട് ടാറ്റ പറഞ്ഞു. You said bye bye to the tutor. ഹല്ലേലൂയ. ആശാനോട് ടാറ്റ പറഞ്ഞു. You said bye bye to the tutor. പുതിയ ആളുടെ കീഴിലേക്ക് വന്നു. You came under a new person. അവിടെ മുഴുവൻ ഡൂസ് ആൻഡ് ഡോൺസ് ആയിരുന്നു. There it was all do's and don'ts. ഇവിടെ ഡൂസ് ആൻഡ് ഡോൺസ് ഒന്നും കേൾക്കുന്നില്ല. There is nothing like that over here. പക്ഷേ അവിടെ ജീവിക്കാൻ പറ്റാത്ത ജീവിതം ഇന്ന് ഇവിടെ സാധ്യമാണ്. But that was not possible there, you have it here. അവിടെ ഹോളിനെസിന് വേണ്ടി ട്രൈ ചെയ്യുകയായിരുന്നു. There you used to try for holiness. ഇവിടെ ഹോളിനെസ് ഫ്രൂട്ട് ആയിട്ട് പുറത്തു വരും. But here the holiness is coming out as fruits. അവിടെ ദീർഘക്ഷമയ്ക്ക് വേണ്ടി ഒത്തിരി ശ്രമിക്കുമായിരുന്നു. There you were trying for patience. ഇവിടെ ശ്രമമില്ല, ഫലം പുറത്തു വരികയാ. Here there is no trying, but here it's coming out as fruits. Oh, hallelujah. Hallelujah. Verse 6 again, please. And because you are sons, God sent forth the Spirit of His Son into your hearts. And because you are sons, God sent forth His Spirit of Son. Hearts എന്നുള്ളത് സ്പിരിറ്റ് എന്ന് തന്നെയാണ്. എൻ്റെ സ്പിരിറ്റിലേക്ക് അവൻ്റെ സ്പിരിറ്റിനെ അയച്ചു. ആ സ്പിരിറ്റ് എനിക്ക് ബോധ്യം തന്നു, ഞാൻ സെർവൻ്റ് അല്ല, ഞാൻ സണ്ണാണ്. His spirit was sent into our spirit, so that spirit made me know that we are His. ഇവിടെ മുതലേ എടുത്ത വരുന്ന പറയും ഗാഡ് ഈസ് സ്പിരിറ്റ്, സോ ഗാഡ് ഹാഡ് സെൻഡ് ഹിസ് സ്പിരിറ്റ് ഇൻ മീ, ദാറ്റ്സ് വൈ ഐ ബിക്കം എ ലിവിങ് ക്രിയേച്ചർ. ഞാൻ ജീവനുള്ള ദേഹിയായി തീർന്നത് അവൻ്റെ ആത്മാവിനെ അവൻ ജീവശ്വാസമായി എന്നിലേക്ക് ഇട്ടതുകൊണ്ടാണ്. സോ ദൈവം അന്ന് തന്നെ കീപ്പ് ചെയ്യുമായിരുന്നു. ഈ സൺഷിപ്പിനെ ക്യാരി ചെയ്യാനുള്ള ഒരു കാരിയറിനെ എൻ്റെ ഉള്ളിൽ വെക്കുകയായിരുന്നു. ദാറ്റ് വാസ് ഹിസ് സ്പിരിറ്റ്, അത് അവൻ്റെ ആത്മാവായിരുന്നു. ഇപ്പോൾ ആ കാരിയറിലേക്ക് കൊണ്ടുവെക്കുന്ന ഒരു ലഗേജ്, ദാറ്റ് ലഗേജ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ സൺഷിപ്പ്, പുത്രത്വമാണ്. ആ പുത്രത്വത്തെ എൻ്റെ അകത്ത് തരാൻ വേണ്ടിയാണ് അന്ന് തന്നെ സ്പിരിറ്റിനെ എൻ്റെ അകത്ത് അയച്ചത്. ഇപ്പം സ്പിരിറ്റിലേക്ക് അവൻ്റെ സൺഷിപ്പിനെ, പുത്രത്വത്തെ തന്നെ ഇട്ടിരിക്കുകയാണ്. പുത്രൻ്റെ ആത്മാവിനെ എൻ്റെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു. ഓ, ആറാമത്തെ വാക്യം നോക്കുക. നിങ്ങൾ പിന്നെയും നിങ്ങൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. എന്നിട്ട് വേഴ്സ് 7 നോക്കിയേ, അങ്ങനെ so that എങ്ങനെ God sent forth the spirit of His Son into our hearts. അങ്ങനെ അങ്ങനെ ഇനി അവിടെ പേഴ്സണൽ കൊണ്ടുവരിക, വ്യക്തിയെ കൊണ്ടുവരിക. നീ ഇനി അങ്ങനെ എങ്ങനെ പറ, എങ്ങനെ? ഈ പുള്ളിക്ക് എംബസിഷൻ കൊടുക്കണം 5 വരെയുള്ള വാക്ക് 7 പ്രാവശ്യം. എങ്ങനെ? ഹൗ? സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ് കൊടുത്തു. The spirit of sonship was given എൻ്റെ ഹൃദയത്തിൽ, into your hearts. അതിനെ അയച്ചു. That was sent. എൻ്റെ ഉള്ളിലേക്ക് ബോധ്യം വിട്ടു. And I was given the revelation. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് understanding. ഈ ബോധ്യം എൻ്റെ ദേഹിയിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. This understanding came into my body. കാരണം ഇത് എൻ്റെ ബോഡിയിൽ ഇട്ടാൽ ഒരിക്കലും എൻ്റെ സോളിലും സ്പിരിറ്റിലും വരത്തില്ല. If this was put in the body, that will not enter the soul and ബോഡി പുറത്താ, spirit. പക്ഷെ ഇപ്പൊ ചെയ്തത് ഈ കോൺഷ്യസ്, യു ആർ സൺ എന്ന കോൺഷ്യസിനെ എന്റെ സ്പിരിറ്റിൽ ഇട്ടു. You are a son. സ്പിരിറ്റിന്റെ ബോധ്യത്തിലേക്ക് എന്റെ സോളിനെ കൊണ്ടുവന്നു. യു ഗെറ്റിംഗ് മീ ഓർ നോട്ട്? ഈ എൻ്റെ സ്പിരിറ്റിൽ ഇതിനെ ഇട്ടിട്ട് ഈ സ്പിരിറ്റിൻ്റെ ബോധ്യത്തിലേക്ക് എൻ്റെ ദേഹിയെ എൻ്റെ ആത്മാവിൽ ഇത് നിക്ഷേപിച്ചിട്ട് ആ ബോധ്യത്തിലേക്ക് എൻ്റെ ദേഹിയെ കൊണ്ടുവന്നു. ദേഹി അതിൻ്റെ കീഴിലായപ്പോൾ എൻ്റെ ഇമോഷൻസ് മാറാൻ തുടങ്ങി. ദാസനെ പോലെ നിന്ന് ഞാൻ പുത്രനെ പോലെ നിൽക്കാൻ തുടങ്ങി. കാരണം എൻ്റെ തോട്ട് മുഴുവൻ മാറി മറിഞ്ഞു. ഞാൻ പുത്രനാണല്ലോ എന്ന ചിന്ത കൊണ്ട് നിറഞ്ഞു. കാരണം എൻ്റെ ഉള്ളും മുഴുവൻ പുത്രനാണെന്നുള്ള ബോധ്യം കൊണ്ട് നിറഞ്ഞു. അവിടുത്തെ പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഇപ്പോൾ തന്നെ അത് സ്വീകരിക്കാൻ തുടങ്ങിക്കോ. Thank you, Jesus. The spirit of the Son, God sent forth His spirit of His Son into our spirit, so that it revealed to our soul that you are the Son.
and that revelation changed you and you became the sons. അതാണ് റോമൻസ് പറയുന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. That is what in Romans it says, Spirit says to us that you are the son. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. വന്ന ആത്മാവും നിന്ന ആത്മാവോട് രണ്ടുപേരുടെ സാക്ഷ്യം പറയുക, നിനക്ക് ബോധ്യമില്ലല്ലേ, എനിക്ക് ബോധ്യമുണ്ട്, you are the son. The spirit which came witnesses to your spirit that you are the son. വന്ന ആത്മാവും നിന്ന ആത്മാവോട് രണ്ടുപേരുടെ സാക്ഷ്യം പറയുക, ഈ പാവം ഇപ്പോഴും ഈ പൊട്ടനും ഇപ്പോഴും ദാസനായ പൊടിയാ കൃമിയാ കുപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്കറിയാലോ ഇവന് സംഭവിച്ചെന്നാന്ന്. ഇവനിപ്പോൾ പുത്രനായിരിക്കുക, ഇവനെ മകനാക്കിയിരിക്കുക, ഇവൻ ചെറുതായിട്ട് ഒതുങ്ങിയിരിക്കുക. പക്ഷെ ഇതൊന്നും അല്ല ഇവൻ. The spirit which has come, they are bearing witness to each other that we are the sons. But the person who is outside, he is not understanding what he is. So don't let it go. ഇതിലേക്ക് കയറിക്കണം. നിങ്ങൾ അപ്പാന്ന് വിളിക്കുന്നത് പ്രായം ചെന്ന പിതാവിനെ അപ്പച്ചാന്ന് വിളിക്കുന്നവരെ അല്ല കേട്ടോ. അവന്റെ പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ഇട്ടിട്ട് നിങ്ങൾക്കിനി വേറൊന്നും വിളിക്കാൻ പറ്റില്ല. The spirit of his sonship has been given in your spirit, so you don't have any other option to call, but you can call him Abba നിങ്ങൾക്ക് ഇനി വേറൊന്നും വിളിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ ആത്മാവിനെ അതുകൊണ്ട് നിറച്ചു. You cannot call anything else. നിങ്ങൾക്ക് ഇനി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. കാരണം നിങ്ങളുടെ അകത്ത് കിടക്കുന്ന അപ്പായ. കേട്ടവർക്കായി സ്തോത്രം. Because you have the spirit of sonship, so you can call him only Abba Father. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. കാരണം നിങ്ങളുടെ ആത്മാവിൽ വീണിരിക്കുന്ന സൺഷിപ്പിന്റെ വിളിയാണ്. അത് വീണവർക്കായി സ്തോത്രം. Oh, thank you, Jesus. Your spirit has got the spirit of sonship, so you can call him Father. You cannot call anything else. പരിശുദ്ധാത്മാവേ, hallelujah. Oh Jesus, chapter 4, Galatians chapter 4, your position in Christ. Your position in Christ ന്റെ രണ്ട് വിശദീകരണം. നിങ്ങൾ അവകാശിയാണ്, സർവ്വത്തിനും യജമാനനാണ്. You are the Lord for all things. നിങ്ങൾ സർവ്വത്തിനും യജമാനനാണ്. You are the heir and you are the Lord of all things. സകലത്തിന് നിങ്ങൾ യജമാനനാണ്. Yes, you are the Lord of all things. ഈ പൊസിഷനിൽ നിങ്ങളെ ഇറക്കുവാൻ യാതൊന്നിനും കഴിയുകയില്ല. From this position nothing can make you come out. എപ്പോൾ നിങ്ങളുടെ സ്വയം എഫോർട്ടിനാൽ ഈ പൊസിഷനിൽ നിങ്ങൾ എത്താം എന്ന് നിങ്ങൾ നിരൂപിക്കുന്നോ അപ്പോഴാണ് ഇതിൽ നിന്ന് നിങ്ങൾ ഇറക്കപ്പെടുന്നത്. When you start thinking how we can reach this position, and that is the time you can come out of it. ഇവിടെ എല്ലാം പ്രശ്നം അന്ന് ആദത്തിന് പറ്റിയ സെയിം ഫോൾട്ടാണ്. ഇവിടുത്തെ എല്ലാം ഞാൻ അതിനെ ഒന്ന് ക്രോഡീകരിച്ച് പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. ആദത്തെ ദൈവം ഒരു പൊസിഷനിൽ എത്തിച്ചു. Adam was put in a position. ദൈവം ആദത്തോട് പറയുന്നു, നീ ഇതാണ്. And God told him that you are this. നീ ഇതാകുമെന്നല്ല ആദത്തോട് പറഞ്ഞേ. He was not told that you will become this. നീ ഇതാണ്. You are this. ഞാൻ നിന്നെ ഇങ്ങനെ ആക്കിയിരിക്കുന്നു. I have made you this. You are created in my image and in my likeness. You have been created in my image and my likeness. One day you will get my image. No, you are. You are created in my image and in my likeness. Same thing is here. That is the same thing that happened here. കാലസമൃദ്ധം വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ച് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ദൈവം യേശുവിനെ അയച്ചത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിട്ട് നിങ്ങൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെയാണ്. When God, at the appointed time, when the fullness of time came, God sent forth His Son to redeem you from the law, so that you become the sons in God. അങ്ങനെ വന്ന ദൈവം യേശുവിനെ അയച്ച് നിങ്ങളെ പുത്രന്മാരാക്കി പൊസിഷനിൽ ഇരുത്തിയിരിക്കുന്നു. And through that sonship, you have been seated as sons in Christ. എന്നിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇനി ദാസരല്ല, നിങ്ങൾ ഇനി പുത്രന്മാരാണ്. And now you have been told that you are no more servants, you are sons. Believe and continue. Believe and continue in നിങ്ങൾ this. മക്കളാണെന്ന് വിശ്വസിച്ച് തുടരെ. You believe that you are sons. നിങ്ങൾ മക്കളാണെന്ന് വിശ്വസിച്ച് തുടരെ. You believe that you are son and continue. പിശാച് വന്നിട്ട് എന്നെ പറയുന്നതെന്നറിയോ? നീ ഇതുവരെ ആയിട്ടില്ല, ഇതുകൂടെ ചെയ്താലേ ആവുള്ളൂ, ആ പഴോടെ തിന്നണം. What does Satan say? You know, he will come and say, no, you have not become. You have to do something more. You have to eat that fruit also now. നിന്റെ മൂക്ക് നോക്ക്, ചെവി നോക്ക്, കണ്ണ് നോക്ക്. You see your nose, you see your eyes, and you see your ears. നിന്റെ നഖം നോക്ക്, അത് ശരിയായിട്ടില്ല. Look at your nails, it has not become all right. നിന്റെ സ്പെക്സ് ശരിയായിട്ടില്ല. Your specs have not become all right. ഡ്രസ്സ് ശരിയായിട്ടില്ല. Your dressing is not right. So do this. So you do this. ഇവിടെ വന്ന് ഇത് ഡൂ ചെയ്യ. You come and here and do. പോയി അത് ഡൂ ചെയ്യ. You go there and do that. One day you will get sonship. One day you will become a son. എപ്പോ നിങ്ങൾ ഇതിനെ ശ്രമിക്കുന്നോ അപ്പോ നിങ്ങൾ ഇരുത്തിയെടുത്തുന്ന താഴെ വീഴുക. When you start trying like this, you will fall down. പുത്രനാകാൻ വേണ്ടി അങ്ങ് ശ്രമിക്കും തോറും പുത്രനാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് വീഴുക. And the more you try to become a son,
the more you will fall down from becoming that. ഗലാത്യ സഭ യേശു ക്രിസ്തുവിൽ അംഗൻവാടിയിലായിരുന്നു ഇവര് കേട്ടോ. ഇങ്ങോട്ട് നോക്കി, ട്യൂട്ടറിന്റെ കീഴിലായിരുന്നു കേട്ടോ ഇവരെ അവിടുന്ന് പൗലോസ്ലീഹ സുവിശേഷമൊക്കെ പറഞ്ഞ് ഏത് ക്ലാസ്സിലാണ് ഇരുത്തണ്ടേ? ഇപ്പം MA ക്കൊക്കെ പഠിക്കുന്ന ലെവൽ വലിയ വലിയ ആൾക്കാരായിട്ട് ഇരിക്കുക. ഭയങ്കര സെറ്റപ്പിൽ കൊണ്ട് ഇരുത്തിയിട്ട് പുള്ളിക്കാരൻ 2 മിഷണറി യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഇപ്പോഴും തറ പറ ആന. This is what is said about the Galatians. Paul, when he comes back after his 2 missionary tour, they were under the tutor again back to. വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നവര്, യേശു ക്രിസ്തുവിൽ പുത്രന്മാരാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവര് ഇപ്പൊ അവിടുന്നെല്ലാം വീണിട്ട് they were once they knew that they were sons, and then they fell down from that position, and they was again gone back to what they were in. Amen. Under the tutor. Amen. So പൊസിഷനിൽ നിന്ന് വീണുപോയവരോട് തിരിച്ചു വരാൻ പറയുക. The people who have fallen from their position, they have been told to come back. You are not maintaining your position in Christ by your effort, but maintaining is through the hearing, through the right hearing. You can maintain your right relationship by hearing the right thing. Right hearing അതാണ് നിങ്ങൾക്ക് ലഭിച്ചതിന്റെ മെയിൻറ്റെയിൻസ്. You can maintain your relationship through the right hearing. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതോ അത് ക്ലിയർ ആണോ? അതായത് യേശു എന്നെ ഇരുത്തിയിരിക്കുന്ന പൊസിഷൻ ഇനി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു ശ്രമവും നടത്തേണ്ട ആവശ്യമില്ല. ആ പൊസിഷനിൽ എത്താൻ വേണ്ടി യേശു എന്നെ അതവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഇനി ഈ പൊസിഷനിൽ തുടരാൻ എനിക്ക് വേണ്ടിയത് റൈറ്റ് ഹിയറിംഗ് ആണ്. What I need is the right hearing to continue in this position. മനസ്സിലാകുന്നു? മനസ്സിലാകുന്നു? എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ കണ്ടിന്യൂ ആകാൻ വേണ്ടി എനിക്ക് വേണ്ടിയത് റൈറ്റ് ഹിയറിംഗ് ആണ്. ഓരോ ദിവസവും ഞാൻ കേൾക്കേണ്ടത് അവകാശി ആകുന്നല്ല, അവകാശിയാണ്. Every day what I should be hearing is I am the inheritor. യജമാനനാണ്, അവകാശിയാണ്. Say that I am an inheritor. അവകാശിയാകണം എന്ന് കേൾക്കുമ്പോൾ ആണ് എന്നതിൽ നിന്ന് വീഴുകയാണ്. And whenever you say you have to, then you are falling from that. Hallelujah. ഇവിടെ ഇതിനെ ഒന്നുകൂടെ വിശദീകരിച്ചാൽ മനസ്സിലാവും. സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്, സ്പിരിറ്റ് ഓഫ് എ സൺ, പുത്രത്വത്തിന്റെ ആത്മാവിനെ അയച്ചപ്പോഴാണ് അപ്പാന്ന് വിളിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് സെർവന്റിന്റെ സ്പിരിറ്റിനെ അയച്ച, അന്നേരം ആ യജമാനെ എന്ന് വിളിച്ച, ലോർഡ് എന്ന് വിളിച്ച. ഈ സ്പിരിറ്റിന്റെ മാറ്റത്തിലാണ് കാര്യമെല്ലാം മാറിയത്. ഞാൻ പറയുന്ന അച്ഛന് മനസ്സിലായോ? ഇല്ല എന്നൊന്ന് പറഞ്ഞു. Before the spirit came, they were spirit of servant. That's why they were calling him master. Okay. And when the spirit of sonship came in, that is the time. Then the type of calling became different. താഴെ നിന്നവൻ immediately മേളിൽ കയറി. He became son. എന്നേലും കിട്ടിയവൻ എന്ന് പറഞ്ഞവൻ ഇപ്പൊ കൊടുക്കുന്നവനായി. Whatever I get is okay, they used to say, but then they started, the same person who gives. യാചിച്ചുകൊണ്ടിരുന്നവൻ ഒരു ദിവസം കൽപ്പിക്കാൻ തുടങ്ങി കൈ ചൂണ്ടി. The one who used to beg, he started commanding. ഇവൻ ഇതാ പഴയ ആ വഴിവൊക്കെ ഇരുന്ന് യാചിച്ചു ആയിരുന്നു. അന്നുള്ളിലുണ്ടായിരുന്നത് ഇറങ്ങി വേറൊന്നകത്തോട്ട് കയറി. Oh, thank you Jesus. Whatever was there in him before came out and a new thing came in. പുറമെ നോക്കിയ ഒരു വ്യത്യാസവും ഇല്ല. അന്ന് ഇടുന്ന അതേ ടീഷർട്ട്, അന്ന് ഇടുന്ന അതേ ഷർട്ട്, അന്ന് പിടിക്കുന്ന അതേ മൈക്ക്, അന്ന് കിട്ടിയ അതേ വാച്ച്, ഒരു വ്യത്യാസവും ഇല്ല. There's no change in anything. It's the same thing, but the spirit is different. പക്ഷേ ഉള്ളിൽ ഒരു വ്യത്യാസം വന്നു. But there is something which has changed inside. അകത്ത് വന്ന വ്യത്യാസം വേറൊന്നാണ്. And the change that came inside is something different. സർവന്റ്ഹുഡ് അങ്ങോട്ട് പോയി. The servanthood came sonship ingode keri. The sonship came in. Vili mari. The calling became different. Avakasham mari. He became a vivajanam mari. He became an inheritor. സ്വീകരിച്ചോ യേശുവിന്റെ നാമത്തിൽ. Receive that. Hallelujah. ഞാൻ അവകാശിയാണെന്ന് പറയാൻ തുടങ്ങിക്കോ. Say that you are an inheritor. I am സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറയാൻ തുടങ്ങിക്കോ. I am an inheritor of everything. വിടുതൽ എന്റെ അവകാശമാണെന്ന് പറയാൻ തുടങ്ങിക്കോ. Deliverance is my inheritance. Prosperity is mine in Jesus name. Prosperity is my inheritance. Healing is mine in Jesus name. Healing is mine. Eternal life is mine in Jesus name. Eternal life is mine in Jesus name. I will prosper as I choose to be. I will prosper in Jesus name. Hallelujah. 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 Come on. അതിന്റെ anointing ഇപ്പോ ഇറങ്ങുന്നു പ്രിയമുള്ളവരെ. The anointing is going here. നിങ്ങൾക്ക് ഇപ്പോൾ അത് വായി തുറന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. Say it out. Say it out. വായി തുറന്ന് പറയാൻ തുടങ്ങിക്കോ.
ലൗഡർ വോയിസിൽ അത് പറയാൻ തുടങ്ങിക്കോ. Say it loud. Say it loud. ഞാൻ അവകാശിയാണ്. I am an inheritor. ഞാൻ I അവകാശിയാണ്. am an inheritor. ഞാൻ അവകാശിയാണ്. I am an ഞാൻ inheritor. അനാഥനല്ല. I am not an orphan. ഞാൻ അനാഥനല്ല. I am not an orphan. ഞാൻ ഇനി ഓർഡിനൻസിന്റെ കീഴിലേക്ക് പോകുന്നില്ല. I am not under the law. ഹല്ലേലൂയ. Hallelujah. ഞാൻ യേശുവിലാണ്. I am in Jesus. സൺഷിപ്പ് എന്റെ സ്പിരിറ്റിലുണ്ട്. I have the spirit of sonship in me. ഓ ഹല്ലേലൂയ. പുത്രന്റെ ആത്മാവിനെ എന്റെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുകയാണ്. The spirit of sonship has come in me. Through the spirit of his son. Through the spirit of the son. I am his son. I am his son. Oh. This is an eternal bond. 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 ഇന്ന് നീ എൻ്റെ പുത്രൻ. Today you are my son. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. I have made you today. You have been born അന്ന് today. ദൈവത്തിൽ നിന്ന് പുറത്തെടുത്ത പുത്രത്വത്തിന്റെ സെയിം പ്രിവിലേജിലേക്കാണ് നിങ്ങളെ ഇന്ന് കയറ്റിയിരിക്കുന്നത്. The same spirit has come into you and you have been born in that same spirit. This was before the foundation of the world. Before the foundation of This the was world. before creating Adam. This was before the creation of Adam. നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ലോക സൃഷ്ടിക്ക് മുമ്പാണ്. Before the foundation of this world was said, this is that has You been are said. my son. You are my son. Today I have created you. Oof. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം ഇതാണ്: ഞാൻ എന്നിൽ നിന്ന് എൻ്റെ പുത്രനെ പുറത്തെടുക്കുന്നു. I am taking out my son through me. ഞങ്ങൾ ട്രിനിറ്ററിയൻ ഗോഡാണ്. ഞങ്ങൾ ത്രിയേക ദൈവമാണ്. ഞങ്ങളിൽ നിന്ന് ഒന്നിനെ പുറത്തെടുക്കുന്നു. വീണ്ടെടുപ്പിന് വേണ്ടി ഒന്നിനെ പുറത്തെടുക്കുന്നു. ആമേൻ എന്ന് പേരുള്ളവനെ ഞാൻ സൃഷ്ടിക്കുന്നു. ആമേൻ എന്ന് പേരുള്ളവൻ എന്നിൽ നിന്ന് പുറത്തു വരുന്നു. He is coming out of me. ഹല്ലേലൂയ. Hallelujah. അവന് ഞാൻ എന്റേതിനെ കൊടുക്കുന്നു. I am giving mine to him. I am an eternal father. I am the eternal father. I am giving an eternal sonship. I am giving the eternal sonship. Same sonship. Same sonship. We can receive by believing in Jesus. We can receive by believing in Jesus. യേശുവിനെ വിശ്വസിക്കുമ്പോൾ When you believe in Jesus, പുത്രന് കൊടുത്ത അതേ പുത്രത്വം നിങ്ങൾക്ക് സ്വീകരിക്കാം. the same sonship that was given to him, you can get it. Hallelujah. 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 Thank you Jesus. Thank you Lord Jesus. എത്ര പേര് പറയും thank you Jesus? Thank you Jesus. ഒന്ന് കണ്ണു തുറക്കാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? How many of you understand what is being said today? എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാവുന്നു ബ്രദറെ ഞാൻ ഈ പറയുന്നത്? ഇപ്പൊ ഇവര് ശിശു ഗലേഷ്യൻസ് 4:1 കണ്ടു, അവകാശിയാണ്, സർവ്വത്തിനും യജമാനൻ. പക്ഷെ ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല എന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ ഈ ശിശു എന്ന് പറയുന്നത് കുട്ടിത്തത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ടുള്ള ശിശുത്വം അല്ല. ഇപ്പം നമ്മുടെ പിള്ളേർ പേപ്പർ വലിച്ചു കീറുന്നു, പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടില്ലേ? പുറകിൽ ഭയങ്കര കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുക, കണ്ടോ? ആ സൈഡിൽ ഭയങ്കര വർക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം വർക്കുകൾ അവിടെ നടക്കുന്നത്. ടോയ്സ് വിതരണം ചെയ്യുന്നവരുണ്ട്, ചിലത് എടുക്കുന്നവരുണ്ട്, ചിലത് കൊടുക്കുന്നവരുണ്ട്, വിരട്ടി നിർത്തിയിരിക്കുന്നവരുണ്ട് അവിടെ. എന്തെല്ലാം ബിസിനസ്സുകൾ. ഈ ചൈൽഡിഷ്നെസ് അല്ല ഇവിടെ പറയുന്നത്. That is not the childishness that is happening now. That is what we said. See now. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അതല്ല ഇവിടുത്തെ വിഷയം. That is not the topic here. ട്യൂട്ടറിന്റെ കീഴിലേക്ക് പോയതാണ് ഇവിടുത്തെ ചൈൽഡിഷ്നെസ്. It's going back to the law, going back to the ordinances, to the tutor. മാസ്റ്ററിന്റെ ഫാദറിന്റെ കീഴിൽ നിന്ന്, അപ്പൻ്റെ കീഴിൽ നിന്ന് നേരെ ട്യൂട്ടറിന്റെ കീഴിലേക്ക് പോയതാണ് ഇവിടുത്തെ പ്രശ്നം. From the father, they went back to the tutor. That is the topic here. ഒന്നുകൂടെ ഞാനതിനെ തുറന്നു പറഞ്ഞാൽ ഇങ്ങനെ പറയാം: ആണ് എന്ന പൊസിഷനിൽ നിന്ന് ആകേണം എന്ന പൊസിഷനിലേക്ക് പോയതാണ് ഇവരുടെ പ്രശ്നം. വിശ്വാസത്താൽ കയറിയിടത്ത് നിന്ന് പ്രവർത്തിയാൽ നേടാം എന്ന ചിന്തയിലേക്ക് പോയതാണ് ഇവരുടെ പ്രശ്നം. The thing that has happened to be more clear, it's like they came back to become. So but then here they were made, but then they want to work for it and become that something. ഓൾറെഡി അവരെ പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. They were already positioned in a place. ഞാൻ 7ാമത്തെ വാക്യം കൂടെ പറയാം, പക്ഷേ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ 7ാമത്തെ വാക്യം എടുക്കുന്നതിൽ അർത്ഥമുള്ളൂ. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ആര് ഞാൻ ഈ പറഞ്ഞത് ഇവിടെ വന്ന് ആരാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്?
Who can come and explain what has Who been can said come here? and explain? Shiny can come, right? Yeah. Shiny is ready. What is that? If I consider law as a school, I was there. I was under the obedience of law. I was being taught by law. And this law was given. So, okay, അത് വേണ്ട. So, law ഒരു സ്കൂളാണ്. ഓക്കെ, അവിടെ ഞാൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ട്യൂട്ടറായിരുന്നു ലോ. പക്ഷേ കാലസമ്പൂർണ്ണം വന്നപ്പോൾ, അതായത് ഒരു സണ്ണിന് ഒരു കുഞ്ഞ് മെച്യൂർഡ് ആകുമ്പോഴാണ് പിതാവ് ആ കുഞ്ഞിന് അവന്റെ അവകാശത്തെ കയ്യിലോട്ട് കൊടുക്കുന്നത്. ഗവൺമെന്റ് പോലും ആരായാലും ഗവൺമെന്റ് പോലും എന്തുകൊണ്ടാ കൊച്ചു കുഞ്ഞിന് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാതെ? പിള്ളേർക്ക് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാതെ? അവർ സീറ്റ് കയറി ഇരിക്കാത്തതുകൊണ്ടാണോ? നിങ്ങൾ ഇരിക്കുന്ന പോലെ തന്നെ അവർ സീറ്റ് വേണം ഇരുന്ന് കാണിക്കും. അവര് സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കാത്തതുകൊണ്ടാണോ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുക ഗവൺമെന്റ്? ടു പ്രൂവ് ദ മെച്യൂരിറ്റി. ഇവിടെ ഈ ലോകത്തിലുള്ള അപ്പന്മാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാന്ന് വെച്ച് ചെയ്യുന്നത്, ഒരാൾ മെച്യൂർ ആയി കഴിഞ്ഞിട്ടാണ് കയ്യിലേക്ക് അവകാശത്തെ കൊടുക്കുന്നത്. ഇവിടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് മെച്യൂരിറ്റി വരുത്തുവാനായിട്ട് സ്വന്തം പുത്രനെ സമയമായപ്പോൾ അവൻ പ്ലാൻഡ് ടൈമിൽ എന്റെ മെച്യൂർ ടൈമിലല്ല ദൈവം യേശുവിനെ അയച്ചേ. ദൈവത്തിന്റെ കാലസമ്പൂർണ്ണതയുടെ ടൈം വന്നപ്പോൾ ദൈവം യേശുവിനെ അയച്ചു. ഫുൾനെസ് ഓഫ് ദി ടൈം ദൈവത്തിന് വന്നപ്പോഴാണ് ദൈവം യേശുവിനെ അയച്ചേ. എന്ന് പറഞ്ഞ് എൻ്റെ മെച്യൂരിറ്റിക്ക് വേണ്ടി കാത്തു നിന്നില്ല. ഇമ്മെച്യൂർഡായി എനിക്ക് വേണ്ടി മെച്യൂർഡായ സണ്ണിനെ അയച്ചു. ആൻഡ് അങ്ങനെ ക്രിസ്തു വന്നു, ക്രിസ്തുവിനെ വിശ്വസിച്ചു. ഞാൻ ക്രിസ്തുവിൽ മെച്യൂർഡ് ആയിട്ട് പൊസിഷൻഡ് ആണ്. ഈ പൊസിഷൻ ആയതെന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിനെ വിശ്വസിച്ചപ്പോഴാണ് ഈ പൊസിഷനിലേക്ക് നിങ്ങൾ കയറിയത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യേശുവിനെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ ഈ പൊസിഷനിലേക്ക് കയറി. ഓക്കെ, എന്നിട്ട് അത് എങ്ങനെയാന്ന് വെച്ചാൽ ലോയിൽ അല്ലെങ്കിൽ ട്യൂട്ടറിന്റെ അടിയിൽ നിന്ന് നമ്മളെ എടുത്ത് മാറ്റി അവന്റെ പൊസിഷൻ വിലക്ക് വാങ്ങി അഡോപ്റ്റഡ് as sons of God, ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് നമ്മളെ പൊസിഷൻ ചെയ്തു. ലോയിൽ ട്യൂട്ടറിന്റെ അർത്ഥമല്ല. നമ്മളിപ്പോ നമ്മൾ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയി, നമ്മളിപ്പം മെച്യൂർഡായി, നമുക്ക് പഠിപ്പിക്കുന്നവരായി. ഓക്കെ, എന്നിട്ട് ഇവർക്ക് പറ്റിയ എന്നാന്നറിയോ? സാറന്മാരായ ശേഷം ഇവർ പിന്നെ ആ വാട്ടർ ബോട്ടിലും ഒക്കെ തൂക്കി പിന്നെയും സാറുമാരാക്കി ഇവരെ ഇരുത്തി. പൗലോസ് മിഷണറി യാത്രയ്ക്ക് പോകുമ്പോൾ ഇവർ എല്ലാവരും സാറുമാരാക്കി ഭയങ്കര ടീച്ചിങ് സബ്ജക്ട്സ് എല്ലാം കൊടുത്ത് സിലബസ് എല്ലാം കൊടുത്ത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുത്തിയവർ തിരിച്ച് പൗലോസ് മിഷണറി യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ വാട്ടർ ബോട്ടിലും ഒക്കെ തൂക്കി ആ PP ഒക്കെ ഊതിക്കൊണ്ട് നടക്കുക. അതുവഴി ചിന്തിച്ച് നോക്കിയാൽ ബോൾ എറിഞ്ഞ് അങ്ങോട്ട് കളിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പക്ഷി ഉണ്ടാക്കി അയക്കുന്നു. ഇതാണ് പുള്ളിക്കാരൻ തിരിച്ചു വരുമ്പോൾ ചർച്ചയിൽ കാണുന്നേ. അതുകൊണ്ട് അദ്ദേഹം 4-ാം തീയതി ചോദിക്കുന്നത്, ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോയോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഇവർക്ക് ഈ മെച്യൂരിറ്റിയിലേക്ക് വരാതെ എന്ത് വിശ്വാസത്താൽ നേടിയോ അതിനെ പ്രവൃത്തി കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. ആത്മാവ് കൊണ്ട് ആരംഭിച്ചതിനെ ജഡം കൊണ്ട് സമാപിപ്പിച്ചു. വിശ്വാസത്താൽ നേടിയതിനെ വർക്ക് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വിശ്വാസത്താൽ നേടിയതിൻ്റെ ശ്രദ്ധ മങ്ങിപ്പോയി. Then finally, ദൈവം സ്പിരിറ്റ് സ്വന്തം, അതായത് യേശു ഭൂമിയിൽ എങ്ങനെ നടന്നപ്പോൾ പ്രാർത്ഥിച്ചത്, പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് പിതാവേ എന്ന വിളി, അത് നമുക്ക് കിട്ടിയത് അവൻ്റെ അതേ ആത്മാവിനെ നമ്മുടെ ആത്മാവിനോട് കൂടെ ചേർത്തിട്ട് നമ്മുടെ ആത്മാവിന് ബോധം വരുത്തി, അത് നമ്മുടെ സോളിന് ബോധം വരുത്തി, അത് മുഖാന്തരമാണ് നമ്മൾ അവൻ്റെ പ്രസൻസ് വരുമ്പോൾ അവരെ നമ്മൾ അപ്പാന്ന് വിളിക്കുന്നത്. ഇന്ന് വെരി ഗുഡ്, താങ്ക് യു, ഹല്ലേലൂയ. ഇന്ന് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റുന്നതിൻ്റെ കാര്യം അപ്പനും മകനും എന്ന ആ സ്പിരിറ്റിനെ ഏത് കോൺഷ്യസ്നസ് നിന്നുകൊണ്ടാണോ പിതാവായ ദൈവത്തെ പുത്രനായ ദൈവം വിളിച്ചത്, സെയിം കോൺഷ്യസിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ട് പറയുക, ഇനി വേറൊരു പേര് നിനക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം നിങ്ങളിപ്പോൾ ആരാണ്, ഇനി ദാസന്മാരല്ല. ആ വാക്യം ഒന്നുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ 7-ാമത്തെ വാക്യം നോക്കി, അങ്ങനെ so that thou
are no longer a bond servant, but നോ a son. ലോങ്ങർ എ ബൗണ്ട് സെർവന്റ്. സെർവന്റ് എന്നുള്ള ആശയം പോലും അല്ല കൊടുത്തത്, ബന്ധിക്കപ്പെട്ട ദാസൻ എന്ന ആശയമാണ് ഇവിടെ. Bond servant. ബൗണ്ട് സെർവന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരിക്കലും ഇവൻ രക്ഷപ്പെടാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഇവനെ വിലക്ക് വാങ്ങിയത്. Bond for life. ബോണ്ട് ഫോർ ലൈഫ്, എക്സാക്ട്ലി. ജീവിതകാലം മുഴുവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. Yeah. Bond servant. ഇവിടെ ഞാൻ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് നിന്നോടൊന്ന് സംസാരിച്ചാൽ ഇത് കൂടുതൽ മനസ്സിലാവും. ഈ ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിൻ്റെ ടൈമിൽ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ അടിമയും ഉടമയും അടിമ കച്ചവടങ്ങളും അടിമയെ വിലയ്ക്ക് വാങ്ങുന്ന രീതികളും ഉണ്ട്. അപ്പോൾ ഈ സെർവൻറ്റും ഉണ്ട്, ബൗണ്ട് സെർവൻറ്റും ഉണ്ട്. സെർവൻ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എ ടൈമാണ്, ബൗണ്ട് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എ ലൈഫ് ടൈമാണ്. Life time. ഞാൻ അത് വിശദീകരിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ അടിമച്ചന്തയിൽ ചെന്ന് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള സെർവൻസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് 7 വർഷത്തേക്ക്, നോർമലി അത് 7 വർഷത്തേക്കാണ് രേഖ. ഇറ്റ്സ് ഫോർ 7 years. 7 yearsലേക്ക് നിങ്ങൾക്കൊരു അടിമയെ വാങ്ങാം. അതിന് പൈസ അവിടെ കെട്ടിവെച്ചാൽ മതി. ആ പൈസയുടെ കമ്മിറ്റ്മെന്റ് ഈ അടിമ എപ്പോൾ ചെയ്തു തീർക്കുന്നു അന്ന് മുതൽ ഇവൻ ഫ്രീ ആണ്. 7 years കഴിയുമ്പോൾ ഫ്രീ ആയി. After from 7 years he is free. ഈസ് ഫ്രീ. പക്ഷേ ചില സെർവൻസ് ഉണ്ട്, ചില സെർവൻസിന് പൈസ കെട്ടിവെച്ചിട്ടുള്ളതല്ല, ചിലരെ അങ്ങ് വാങ്ങുകയാണ്. ആ വാങ്ങുന്നവർ ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടം കൊണ്ട് ആ യജമാൻ്റെ വീട്ടിൽ വന്ന് ജീവിതം തീർക്കുകയാണ്. അങ്ങനെ ഒരിക്കലും രക്ഷിക്കാൻ ആരില്ല. 3 ചിന്ത അവിടെ. 1, ഇവനെ രക്ഷിക്കാൻ ആരുമില്ല. 2, ഇവന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. 3, ഇവൻ കെട്ടപ്പെട്ട ദാസനാണ്. ഇങ്ങനെയുള്ളവരായിരുന്നു നിങ്ങൾ ഞാനും. രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു, There was nobody to save. He couldn't save himself and he's bonded for life. അതായിരുന്നു നിങ്ങൾ ഞാനും. That is what we were once. അന്നേരമാണ് ഈ സെർവൻസ് കിടക്കുന്നിടത്തോട്ട് യേശുവിനെ അയച്ചു. And into our midst Jesus was sent. അതാ ഗലേഷ്യൻസ് 4:4 ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിയോഗിച്ചയച്ചു. നോക്കിയാ വാക്ക്. And if you see that it says he was sent. 4:4 Galatians 4:4. But when the fullness of time came, God sent forth his son, born of a woman, മലയാളത്തിൽ അത് born കുറച്ചുകൂടെ നല്ല. under the law. നന്നാച്ച ഒന്ന് വായിച്ച 4-ാം വാക്യം. Born under the law. അല്ലോ, നിയോഗിച്ചയച്ചു. He was born under the law. Yeah. കാരണം ലോയുടെ കീഴിലാ ബൗണ്ട് സെർവന്റ് ഉള്ളേ. Under the law. He was born under the law. ഹലോ, ഇങ്ങോട്ട് നോക്കി. ഈ ഹോളിനകത്താണ് ബന്ധിക്കപ്പെട്ട ദാസന്മാരുള്ളേ. And it was under that law the bond servants were there. അങ്ങനെയാണെങ്കിൽ ഇവരെ രക്ഷിക്കാൻ ജനിക്കുന്നവനും എവിടെ തന്നെ ജനിക്കണം? And ഹോളിനകത്താ ബന്ധിക്കപ്പെട്ട ദാസന്മാരുള്ളതെങ്കിൽ ഇവരെ രക്ഷിക്കാൻ ജനിക്കുന്നവരെ എവിടെ തന്നെ ജനിക്കണം? ഹോളിനകത്ത് തന്നെ ജനിച്ചേ പറ്റുള്ളൂ. അതായിരുന്നു യേശുവിന് സംഭവിച്ചത്. So he came into that midst. Hallelujah. Born under the law. ഞാൻ ബൗണ്ട് സെർവന്റ് ആയിരുന്നു. ബൗണ്ട് സെർവന്റ് ആയിരുന്നു എന്ന് മാത്രമല്ല, എൻ്റെ ഈ ബൗണ്ട് സെർവന്റ് കൂട്ടിൽ ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത എന്നെ രക്ഷിക്കാൻ വേണ്ടി ബൗണ്ട് സെർവന്റ് കൂട്ടിൽ ആ അവസ്ഥക്കകത്തോട് തന്നെ ദൈവം യേശുവിനെ അയച്ചു. I was a bond servant and nobody could save me, and Jesus was sent into the midst of me to save me. He was born under the law. He was born under the law. He fulfilled all the requirements of the law in his body through his work. He completed everything through his work. What all the payment is required, he paid it fully. He paid everything. That's what John 19, right? 19 verse 13. He paid everything. He paid everything in full. It is finished. Payment is over. Paid in full. That's overpayment. He paid everything in full. Hallelujah. മുഴുവൻ കൊടുത്തിട്ട് അതിനകത്തുനിന്ന് എന്നെ രക്ഷിച്ചു. അപ്പം അന്ന് ഞാൻ ബൗണ്ട് സെർവൻ്റ് ആയിരുന്നു. എനിക്ക് രക്ഷയെക്കുറിച്ചുള്ള ചിന്ത പോലും എൻ്റെ അകത്തിലായിരുന്നു. പക്ഷെ ഇന്ന് എന്നിട്ട് പറയാ ഇനി ആ പദം വേണം നോക്കൂ, മലയാളത്തിലുണ്ടോ അത്? We were bond servant and it says now. Verse 7 again. അങ്ങനെ നീ ഇനി. You are no longer a bond servant. അങ്ങനെ നീ ഇനി. So that you are no longer a bond servant. No longer a bond servant. നീ ഇനി ഒരു ബന്ധിക്കപ്പെട്ട ദാസനേ അല്ല. But a son and a heir through God. Hallelujah. ഒന്ന് പറഞ്ഞു, ഞാൻ ഇനി ഒരു ബന്ധിക്കപ്പെട്ട ദാസനേ അല്ല. I am not a bond servant at all. കാരണം എന്റെ ബന്ധനത്തിന്റെ സ്ഥലത്ത് യേശു ജനിച്ചു. And Jesus was born at that place of my. എന്റെ ബന്ധനത്തിൽ നിന്ന് യേശു എന്നെ വിടുവിച്ചു. And released me from that bondship.
ഓ ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഞാൻ ഇനി ബൗണ്ട് സെർവന്റ് അല്ല, പിന്നെ ഞാൻ ആരാ? സൺ ആണ്. And it has been said, now I am no longer a bond നോക്ക് servant, നോക്ക് I am the son. No longer a bound servant but son. But a son And if a son, and heir through God. മകനാണെങ്കിൽ, And if you are a son, then you are a heir through God. ബൗണ്ട് സെർവന്റ് ആണെങ്കിൽ, മകനാണെങ്കിൽ, ഇതാ 7-ാം വാക്യം, രണ്ടായിട്ട് തിരികെ. ഓ എന്റെ കൂടെ വാ, വേം വാ. ബൗണ്ട് സെർവന്റ് ആണെങ്കിൽ, മകനാണെങ്കിൽ, If you are a bond servant and if you are a son. ബൗണ്ട് സെർവന്റ് ആണെങ്കിൽ ഒന്നുമില്ല, മകനാണെങ്കിൽ എല്ലാം ഉണ്ട്. And if you are a bond servant, you have nothing. But if you are a son, you have everything. എന്നിട്ട് പറയാം, നിങ്ങൾക്കെല്ലാം ഉണ്ട്. You have everything. നിങ്ങൾക്കെല്ലാം ഉണ്ട്. You have everything. അതാ 4:1 പറഞ്ഞു, അവകാശിയാണ് യജമാനനുമാണ്. Come on, That come is on, what come on. it said. You are a അവകാശിയാണ് inheritor. യജമാനനുമാണ്. You are a master. ഉറക്കെ പറ, അവകാശിയുമാണ് യജമാനനാണ്. I am a heir and the master. Through the finished work on the cross, Through the finished work on the cross, I am the inheritor. I am the inheritor. And I am the Lord for all things. I am the Lord of all things. How many of you want to confess it? എത്ര പേർക്ക് ഇത് വിളിച്ചു പറയാൻ How many of you want to say this with Hallelujah. us? ഇനി ഇതിൽ നിന്ന് പിന്നോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുകയില്ല. You cannot go back from this. കാരണം നിങ്ങളുടെ ആത്മാവിൽ ഇതിനെ അയച്ചിരിക്കുകയാണ്. It has been sent into your spirit. ഇത് നിങ്ങളുടെ ആത്മാവിൽ This അയച്ചിരിക്കുകയാണ്. has been sent into your spirit. നിങ്ങളുടെ ദേഹത്തായിരുന്നു നിങ്ങൾക്ക് കഴുകി മാറ്റാമായിരുന്നു. If it was on your body, you could have washed it off. നിങ്ങളുടെ ദേഹിയിലായിരുന്നെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എടുക്കാതിരുന്ന വരത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ആത്മാവിലാകിയാൽ നിങ്ങൾക്ക് കൈകടത്താൻ പറ്റൂല. You are saved. Because it is in your spirit, you cannot do anything. ഹല്ലേലൂയ. ആത്മാവിൽ അയച്ചതിന്റെ കാര്യം നിങ്ങളുടെ കൈകടത്തിൽ ഇതിനകത്ത് ഇല്ലെന്ന് പറയാൻ വേണ്ടിയാ. This was sent into your spirit so that to show that it is you have nothing to do with it. ഹല്ലേലൂയ. നിങ്ങളുടെ വർക്ക് ഇതിനകത്ത് ഇല്ല. No work of yours is involved. By believing his son Jesus. By believing in him Jesus. Thank you Jesus. Thank you Lord Jesus. How many of you will say thank you Jesus? Thank you Jesus. Hallelujah. Hallelujah. എത്ര അവകാശികൾ ഇവിടെ ഉണ്ട്? How many of inheritors are here? എത്ര യജമാനന്മാർ ഇവിടെ ഉണ്ട്? How many of sons, lords are here? എത്ര അവകാശികൾ ഇവിടെ ഉണ്ട്? How many inheritors are here? എത്ര യജമാനന്മാർ ഇവിടെ ഉണ്ട്? How many masters are here? ഇതിനകത്ത് ആണെന്നോ പെണ്ണെന്നോ ഇല്ല. There is no male or female here. യഹൂദനെന്നോ യവനനെന്നോ ഇല്ല. There is no Greek or Jew. യേശു ക്രിസ്തുവിൽ എല്ലാവരും അവകാശികൾ. In Christ everybody is an inheritor. ഇതിനകത്ത് കുഞ്ഞെന്നോ വലുതെന്നോ ഇല്ല. There is no small or big here. സ്വീകരിച്ചാട്ടെ അവകാശത്തെ കരങ്ങളെ അടിച്ചുകൊണ്ട്. Receive that by In the name of Jesus. in the name of Jesus. കർത്താവേ, ഓൺലൈൻ ആയിട്ട് ഇപ്പോൾ ഈ ശുശ്രൂഷ വീക്ഷിക്കുന്നവർക്ക് വേണ്ടി Lord, who is പ്രാർത്ഥിക്കുന്നു. receiving on online, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ in the mighty name of Jesus, അവകാശങ്ങൾ തുറന്നു വരട്ടെ. let the inheritance come out. അവകാശങ്ങൾ തുറന്നു വരട്ടെ. Let the inheritance come out. അവകാശികളാകട്ടെ. Let inheritors come out. നീണ്ടു പോകുന്നു, തുറന്നു വരട്ടെ. Whatever is going delay, let it come out open. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ബ്രിസ്റ്റോൾ ദേശത്ത് അവകാശങ്ങൾ തുറന്നു വരട്ടെ. Let Bristol have openings and ഈ inheritance. ദേശം ദൈവ മക്കളുടേതാണ്. This country, this place is God's. കൃപയുടെ സമൂഹം ഈ ദേശത്തെ പിടിച്ചടക്കുന്നു. Let grace take control of this. അത് ഞങ്ങളുടെ അവകാശമാണ്. This is our right. In the name of Jesus. In the name of Jesus. ഞങ്ങളുടെ റൈറ്റ് ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നു. This right we claim. Come on, let us claim our rights. Let's claim this right. നിങ്ങളുടെ അവകാശങ്ങളെ ക്ലെയിം ചെയ്താട്ടെ. Let claim your rights. In the name of Jesus. In the name of Jesus. നിങ്ങളുടെ തലമുറകളുടെ ഭാവിയെ നോക്കി പറഞ്ഞാട്ടെ. Let your generation's future be declared. നിങ്ങളുടെ തലമുറകളുടെ ഭാവിയെ നോക്കി പറഞ്ഞാട്ടെ. Let your future generation say what you want. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ജോലിയെ നോക്കി പറഞ്ഞാട്ടെ. Look at your job and say. ജോലി നഷ്ടപ്പെട്ടവ ജോലിയെ നോക്കി പറഞ്ഞാട്ടെ. Say, look at your job and say. ഹേയ്, ഞാൻ അനാഥനല്ല, എന്തേലും കൊണ്ട് ഒതുങ്ങാൻ വേണ്ടി. I am not an orphan. ഞാൻ അവകാശിയാ. I am an inheritor. ഇന്ന് നിങ്ങൾ തിരിച്ചു പോകുന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഈ ഉറപ്പോടെയേ പോകാവുള്ളൂ. Go with this firmness. ആഗ്രഹിക്കുന്ന ഇടത്ത് നിങ്ങൾ താമസിക്കാം. You will stay where you want. കാരണം നിങ്ങൾ രാജകുമാരന്മാരാണ്. Because you are the prince. ഓ യേശുവിന്റെ നാമത്തിൽ. In the name of Jesus.
ഓ ഹല്ലേലൂയ. എത്ര പേര് ഇത് എഴുന്നേറ്റ് നിന്ന് ക്ലെയിം ചെയ്യാൻ How many താല്പര്യം? of you want to stand up and claim this? ഇത് എഴുന്നേറ്റ് നിൽക്കാനല്ല ഞാൻ പറഞ്ഞേ, എഴുന്നേറ്റ് നിന്ന് ക്ലെയിം ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം എഴുന്നേറ്റാട്ടെ. Get up, you stand up വായ് and claim. തുറന്നു പറഞ്ഞാട്ടെ. Open your mouth and say. വായ് തുറന്നു പറഞ്ഞാട്ടെ. Open your mouth and say. ഇന്ന് ഞാൻ അതും കൊണ്ട് പോത്തുള്ളെന്ന് I പറഞ്ഞാട്ടെ. will go only with this today. ഞാൻ ഇന്ന് അതും കൊണ്ട് പോത്തുള്ളെന്ന് I പറഞ്ഞാട്ടെ. will go with this today. കാണാനല്ല, I have not come to see. കേൾക്കാനല്ല, I have not come to hear. തൊടാനല്ല, Not to touch. അനുഭവിക്കാൻ. To experience. ഞാനത് അനുഭവിക്കാൻ പോവാ. To experience. ഞാനത് അനുഭവിക്കാൻ പോവാ. I am going to experience. എത്ര പേരത് പറയുന്നു? ഞാനത് അനുഭവിക്കാൻ പോവാ. How many of you say that I am going to experience? Take it in Jesus' name. Take that in Jesus' name. യേശുവിന്റെ നാമത്തിൽ കൈനീട്ടി എടുത്താട്ടെ. Lift your hands and receive it. നിങ്ങൾക്ക് വേണ്ടിയത് കൈനീട്ടി എടുത്താട്ടെ. Take out, lift your hands and receive what you want. ഇൻഹെറിറ്റൻസ് ഇവിടെ വിഭാഗിക്കപ്പെടുന്നു. The inheritance is being given here. അവകാശങ്ങൾ ഇവിടെ വിഭാഗിക്കപ്പെടുന്നു. The rights are given here. അവകാശങ്ങൾ ഇവിടെ വിഭാഗിക്കപ്പെടുന്നു. The rights are being given here. തുറന്നെടുത്താട്ടെ. Take it. Take it. വായ്കളെ തുറന്ന് വിളിച്ചു Open പറഞ്ഞാട്ടെ. your mouth and receive it. In the name of Jesus. In the name of Jesus. എന്റെ ഉള്ളിൽ അയച്ചിരിക്കുന്ന ആത്മാവിനാൽ, The spirit that has been sent to me. എന്റെ ഉള്ളിൽ അയച്ചിരിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനാൽ, The spirit of sonship which has come into my spirit. ഞാനത് അനുഭവിക്കാൻ പോവാ. I am going to experience ഒന്നിനും it. അത് തടയാൻ പറ്റുകയില്ല. Nothing can stop it. യേശുവിന്റെ നാമത്തിൽ ഫിനാൻഷ്യൽ ബർഡനുകൾ മാറിപ്പോട്ടെ. In the name of Jesus, let financial burdens be removed. പ്രോസ്പെരിറ്റി ഉണ്ടാകട്ടെ. Let prosperity come in. യേശു ഉള്ള സമ്പത്ത് ഉണ്ടാകട്ടെ. The spirit, in Jesus. യേശു ഉള്ള സമ്പത്ത് ഉണ്ടാകട്ടെ. Let there be prosperity in Jesus. ഹല്ലേലൂയ. Hallelujah. ഓരോ മക്കളും വിളിച്ചു പറഞ്ഞാട്ടെ. Everybody say കണ്ണിനാണോ this. കാഴ്ചയില്ലാത്ത? കാഴ്ച നിങ്ങളുടെ അവകാശമാ. കണ്ണിലൂടെ കൈവച്ചിട്ട് ആധരം തുറന്ന് വിളിച്ചു പറ, Say it ഞാൻ out. എന്റെ സൗഖ്യം ഏറ്റെടുക്കുക എന്റെ കണ്ണിന്റെ Receive മേൽ. your healing on your eyes. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുക. Receive the healing. നിങ്ങളുടെ നട്ടലിനാണോ പ്രശ്നമുള്ളേ? If you have a problem with your backbone, നട്ടലിലൂടെ കൈവച്ചിട്ട് വിളിച്ചു പറ, lay your hands and എന്റെ say, അവകാശമാ, ഞാനത് എടുക്കുകയാ. this is my right and I take it. നിങ്ങളുടെ കൈയാണോ തളർന്നിരിക്കുന്നേ? If your hand is the one which is having an issue, കൈ വെച്ച് ഉറക്കെ വിളിച്ചു പറ, say with your hand loudly, യേശുവിന്റെ നാമത്തിൽ in the name of Jesus. രോഗമുള്ള ഇടത്തേക്ക് കൈകൾ വെക്കുക. Lay your hands where you have a വിശ്വാസത്താൽ വിളിച്ചു പറയുക. Say it loud in Jesus' name. നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കുക. Say it loud in faith. ആസ്മകൾ ഒഴിഞ്ഞു പോകുന്നു. Asthma is getting healed. യേശുവിന്റെ നാമത്തിൽ ആസ്മകൾ ഒഴിഞ്ഞു പോകുന്നു. In the name of Jesus, asthma is getting healed. ആസിഡിറ്റികൾ ഒഴിഞ്ഞു പോകുന്നു. Acidity is getting healed. ഉദരത്തിലെ അസ്വസ്ഥതകൾ ഒഴിഞ്ഞു പോകുന്നു. The issues with the stomach is getting healed. യേശുവിന്റെ ജീവൻ വ്യാപരിക്കുന്നു. The life of Jesus is coming here. ക്ലെയിം ചെയ്യുക. Claim and receive it. ക്ലെയിം ചെയ്ത് റിസീവ് ചെയ്യുക. Receive it. ക്ലെയിം ചെയ്ത് റിസീവ് ചെയ്യുക. Claim it and receive it. കൈ വെച്ച് വിളിച്ചു പറയുക, Lay your hands and say it loud. ഞാനത് എടുക്കുകയാ. I am taking it. In the name of Jesus. In the name of ഞാനത് Jesus. എടുക്കുകയാ. I am taking it. ആർക്കും അത് തടയാൻ പറ്റുകയില്ല. Nobody can stop it. ഞാനത് സ്വീകരിക്കുകയാ. I am receiving it. അത് എന്റേതാ. That is mine. That is mine in Jesus name. That is mine in Jesus' name. മടിക്കാതെ വിളിച്ചു പറയുക. Without, say it loud. Say it loud. മടിക്കാതെ വിളിച്ചു പറയുക. Say it loud. ആരോഗ്യം എന്റേതാണ്. My health is mine. സമ്പത്ത് എന്റേതാണ്. Wealth is mine. നിത്യജീവൻ എന്റേതാണ്. Eternal life is mine. വിടുതൽ എന്റെ. Deliverance is mine. അത്ഭുതം എന്റേതാണ്. Oh, miracles are mine. ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. I will receive it. ഒന്നിനും അത് തടയാൻ പറ്റുകയില്ല. Nothing can stop it. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഞാനത് പറയുമ്പോൾ തന്നെ പലരുടെ മേലും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. When I say this, many are receiving it. ചെറിയ കാര്യമല്ല നിങ്ങൾ ഇപ്പോൾ പറയുന്നേ. Many are receiving it. Many. ചുരുളുകൾ അഴിയട്ടെ. ചോദിച്ചു മടുത്ത വിഷയങ്ങളുടെ മറുപടികൾ തുറക്കപ്പെടട്ടെ. The answers are coming. യേശുവിന്റെ നാമത്തിൽ What you ask for. നിങ്ങൾ ആരാന്ന് തിരിച്ചറിയ. In the name of Jesus. നിങ്ങൾ പുറത്തു നിന്ന് മുട്ടുന്നവരല്ല. You are not standing out and knocking. അപ്പന്റെ മടിയിൽ ഇരുത്തപ്പെട്ടവരാണ്. You are the one seated at the lap of the യേശുവിന്റെ Father. നാമത്തിൽ അനുഭവിച്ചു തുടങ്ങിക്കോ. Receive it in Jesus' name. യേശുവിന്റെ നാമത്തിൽ അനുഭവിച്ചു തുടങ്ങിക്കോ. Receive it in Jesus' name. വിട്ടുകൊടുക്കരുത്. Don't leave it. വിളിച്ചു പറയുക. Don't give up. 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 വിട്ടുകൊടുക്കരുത്. Don't give up. അനുഭവിക്കാൻ തുടങ്ങുക. Start receiving. യേശുവിന്റെ നാമത്തിൽ Start receiving in ഞാനത് Jesus' എടുക്കുക name. എന്ന് പറയുക. I am taking it. Say it out. പലരെയും യേശു തൊട്ടുകൊണ്ടിരിക്കുന്നു. Many are being touched by Jesus. now. പലരുടെ ശരീരങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. Many are getting healed.
വർഷങ്ങൾ പഴകിയ തലവേദനകൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. Headaches are getting healed. ചെവിയുടെ അസ്വസ്ഥതകൾ വിട്ടുമാറുന്നു. Ears are getting healed. ശരീരത്തിലെ അലർജികൾ ഒഴിഞ്ഞു പോകുന്നു. Allergies are getting healed. ഓ യേശുവിന്റെ നാമത്തിൽ എക്സിമോകൾ വിട്ടുപോകുന്നു. Eczema is getting healed. ചുമ്മാ ഞാൻ എന്തോ പറയുകയല്ല, ഞാനത് കാണുന്നു. I am seeing that what I am saying. യേശുവിന്റെ നാമത്തിൽ അത് അനുഭവിക്കാൻ തുടങ്ങിക്കോ. In the name of Jesus, start കൈ receiving it. വെക്കുക, Lay your hands. വിളിച്ചു പറയുക, Call it out. യേശുവിന്റെ നാമത്തിൽ ഞാൻ എടുക്കുകയാണെന്ന് പറയുക. Say that I am receiving it in Jesus' I am name. receiving it in Jesus' name. I am receiving it in Jesus' I am name. receiving it in Jesus' I am name. receiving it in Jesus' name. ഓരോ മക്കളുടെ മേലും യേശുവിന്റെ സ്പർശനം നടക്കുന്നു. Everybody is being touched by Jesus. ആ ഓറഞ്ച് ചുരിദാറിട്ട് ആ മകളെ യേശു തൊടുന്നു. She is being touched right now. Jesus is touching you, sister. Jesus is touching you, sister. I can see the power of God is coming over you. Power Come of God. forward. I want to pray for you. You are receiving the super touch of Jesus. You are receiving the touch of Jesus. Sister, what's your name? Sudarshini. You are Sudarshani. Sudarshani, you are going to feel the power of God right now. Praise the Lord. നിന്റെ ചെസ്റ്റിലും നിന്റെ സ്റ്റൊമക്കിലുമായി 9 years ആയിട്ട് സാത്താൻ പോരാടുകയാണ്. You have an issue in your chest and your stomach for the last 9 years. പക്ഷെ ഇന്ന് അത് വിട്ടുപോവുക. But today that is being delivered. You are free. You are free now. Jesus is touching you, sister. Jesus is touching you right now. Jesus is setting you free. Jesus is setting you free now. ഓ അവളുടെ മേൽ നിന്ന് നിഴൽ ഒഴിഞ്ഞു പോകുന്നു. That shadow is leaving a body. Hold her. That shadow is leaving a body. അവളെ പിടിച്ചോണം, അവളെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. It's leaving. It's leaving. It's leaving. Go. Go out. Get out. Freedom in Jesus' name. She is receiving that. That's your inheritance, sister. Don't give up. That's yours. Yeah. That spirit is living. Oof, I can see that. I can see that. She is totally free from today onwards. Just relief. ഇവളുടെ ഉദരത്തിൽ ഒരു വലിയ സർജറി തന്നെ ഇപ്പൊ നടക്കുക. A big surgery is taking place in her stomach. Big surgery. A big surgery is taking place. ഇപ്പൊ തന്നെ കർത്താവ് ചെയ്യുവായി മകൾക്ക് വേണ്ടി. Lord is doing it right now. Yes. Oh, the power of God is coming. Power of God is Yes. Take it. 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 Take it in Jesus' name. Fill out. Fill out. കർത്താവ് അതിനെ ഫില്ല് ചെയ്യുക. യേശുവിനെ ഫില്ല് ചെയ്യുക. Jesus എല്ലാവരും filling ഇവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ. Everybody pray for യേശുവിനെ her. സ്വതന്ത്രയാക്കുകയാ. in Jesus' name. ആ സ്പിരിറ്റ് വിട്ടുപോവുകയാണ്. The spirit is leaving a body. ആ സ്പിരിറ്റ് വിട്ടുപോവുകയാണ്. The spirit is leaving a body. ആ സ്പിരിറ്റ് വിട്ടുപോവുകയാണ്. Spirit is leaving a body. I command in the name of Jesus, get out. She is receiving that freedom. She is receiving the freedom right now. Yes. 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 Yes, in Jesus' name. Amen. 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 Sister Sudarshani. Sudarshani. You can follow Malayalam, right? I don't know Malayalam. Which language? Oh, you are Tamil. Yeah. நெஞ்சுக்குள்ள என்னாச்சு? Chest infection. ஆ Chest infection இருந்துச்சு. தமிழ்ல சொல்லுங்க. செஸ்ட் இன்ஃபெக்ஷன் தானே, அதாவது எனக்கு இருமல் வரும், எனக்கு சுவாசிக்க கஷ்டமாக இருக்கும். ஆனால் இப்போ எவ்வளோ வருஷமாச்சு? ஓ praise God, it's wonderful. சரியான ப்ராப்ளம். சரி, இன்னைக்கு தேவ வல்லம், இன்னைக்கு தேவ வல்லமை உங்கள் மேலே வந்து அந்த போய் உன்னுடைய சரீரத்தின் கஷ்டமா ஓடி விட்டு போயிருக்கு. அவருக்கு ஸ்துதி பண்ணுங்க. அவர் தேவையுள்ள தேவன், அவரை போல யாருமே இல்லை, உண்மையுள்ளவர். Hallelujah. Thank you Jesus. Thank you Jesus for delivering your daughter. In Jesus name. In Jesus name. In Jesus name.
ഇവള് മാത്രമല്ല അവകാശം എടുക്കുന്നത്. ഇന്ന് ആരൊക്കെ തിരിച്ചറിയുന്നു അവരെല്ലാം ദാണ്ടെ ആ സിസ്റ്റർ യേശു തുടർന്നു. Come forward, sister. You are receiving the touch of God. ചേച്ചി പേരെന്നാ ചേച്ചിയുടെ? മേരി. മേരി ചേച്ചി. ചേച്ചി അവിടെ നിൽക്കുമ്പോൾ ചേച്ചിയുടെ വലത്തെ ചെവിയെ യേശു തുടർന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിലേക്ക് വിളിച്ചേ. Her right ear is being touched by Jesus. ചേച്ചിയുടെ വലത്തെ ചെവിയെ യേശു സ്പർശിക്കുന്നത് ഞാൻ കാണുന്നു. Right ear. ഈ സമയത്ത് ചേച്ചിയുടെ ചെവി സൗഖ്യമാകുന്നു. Your ear is getting healed now. യേശുവിന്റെ നാമത്തിൽ ഹോളുകൾ അടയുന്നു. All these holes are getting closed. ശക്തി അടിക്കുന്നു മകളുടെ മേൽ. Power is coming on her. എല്ലാവരും കണ്ടേ അത്. Power is coming on her. മേരിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവശക്തി അടിച്ചോണ്ടിരിക്കുക. The power is coming on her. ഓ പതിനൊന്ന് വർഷത്തെ ബോണ്ടേജ് പൊട്ടുകയാണ്. 11 years bondage is getting broken. പിടിച്ചോണേ. Power! അതൊരു സാധാരണ വിടുതലല്ല. This is not an ഒരു ordinary. വലിയ വിടുതൽ ഈ മകൾക്ക് യേശു എന്ന് കൊടുക്കുക. A big deliverance is coming കംപ്ലീറ്റ്ലി on. യേശു നിന്നെ ഇന്ന് പുനഃസ്ഥാപിക്കുക. She is being restored today. കർത്താവ് നിന്റെ ചരിത്രം മാറ്റുകയാണ്. Her history is getting changed. ഇവരുടെ വീട്ടിലേക്ക് ദൈവമഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. Lord is entering her house today. ഇവരുടെ God's glory- വീട്ടിലേക്ക് ദൈവമഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. The glory of God is entering her house today. പിശാചി കെട്ടിയിട്ടിരിക്കുന്ന രണ്ടെണ്ണത്തെ ആ വീട്ടിൽ നിന്ന് കർത്താവ് കെട്ടഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. Satan has bound 2 of them. കരം അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. Oh, 4 ഇയർ ഹോളുകൾ അടയുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു. 4 ears are getting healed right now. 4 ഇയർ ഹോൾസ് 4 ear holes are getting healed right now. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. നിങ്ങൾ കണ്ട ആ സ്പിരിറ്റ് ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുക. The spirit is leaving that body. That spirit is leaving that body. The spirit is leaving that body. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. ഈ മകളുടെ കൂടെ വേറെ ആരാ വന്നിട്ടുള്ളത്? Who has come with her? വലിയ ഡെലിവറൻസ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതാരാ, മോളാണോ? കുഞ്ഞ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞു. നിനക്ക് വലിയ ഡെലിവറൻസ് കിട്ടാൻ പോയാൽ യേശുവിന്റെ നാമത്തിൽ. മോണിഞ്ഞോട് കയറിയെന്നോ? മഹത്വമുള്ള സാന്നിധ്യം നിന്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ അടിക്കാൻ പോവാ. ജീസസ്. സ്റ്റാർട്ടിങ് ബെസ്റ്റ് ആയിരിക്കും, പക്ഷെ കണ്ടിന്യൂവേഷൻ നടക്കത്തില്ല. തുടക്കം നല്ലതായിരിക്കും, പക്ഷെ ഒടുക്കത്തിലേക്ക് എത്താൻ പറ്റുകയില്ല. You start everything well, but you can't enter complete it. After 2 months, after 3 months, you struggle. You start You are struggling. struggling. പക്ഷെ ഇന്നുണ്ടല്ലോ, ഓതർ മാത്രമല്ല, അവൻ ഫിനിഷറും കൂടിയാണ്. Jesus is the author and the finisher. ഈ കുഞ്ഞിന്റെ ഭാവിയെ തന്നെ ദൈവം മാറ്റിമറിക്കുന്നു. ഇവളുടെ ജീവിതത്തെ ചൊല്ലി ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ നിൽപ്പുണ്ട്, പക്ഷെ അതിനെ മുഴുവൻ യേശു മാറ്റിമറിക്കുന്നു. Your future is being changed. ഇന്ന് ഈ സമയത്ത് തന്നെ ഈ കുടുംബത്തിലേക്ക് മഹാശക്തി അടിക്കുകയാണ്. The glory of God is entering this house. ഈ മോളെ യേശു തൊടുന്നു. കർത്താവിന്റെ മഹത്വം ഇവളുടെ മേൽ അടിക്കുന്നു. ഇവളുടെ ചരിത്രം മാറട്ടെ. ഈ മിനിറ്റ് തന്നെ ഇവളുടെ ജീവിതം മാറട്ടെ. Her life is getting changed right now. ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത the power of God is hitting. ദൈവശക്തി അടിക്കുന്നു. The power of God is touching her. കർത്താവിന്റെ മഹത്വം അടിക്കുന്നു. The power of God is touching her. ഭയങ്കര ഒരു ഷാഡോ തന്നെ ഇവളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുക. One shadow is leaving from her body. ഒരു നിഴല്. ഈ വീട്ടിൽ മുഴുവൻ വിടുതലാകട്ടോ. ഈ മനുഷ്യനെ യേശു തോന്നുന്നുണ്ട്. God is touching this man right now. ഈ മകന്റെ മേലും കർത്താവിന്റെ സ്പർശനം വരുന്നുണ്ട്. His hand is coming upon him. യേശുവിന്റെ മഹത്വം അടിക്കട്ടെ. ഈ പിതാവിനെ കർത്താവിന്റെ ശക്തി വന്ന് തൊട്ടുകൊണ്ടിരിക്കുക. God's power is touching this person. Receive it. Receive it. Receive. Receive. That fear അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ വീട്ടിൽ. Fear is leaving from ഭയം your അഴിഞ്ഞു house. പോയിക്കൊണ്ടിരിക്കുക ഇവരുടെ വീട്ടിൽ നിന്ന്. From your house,
fear is leaving. ആ ഭയം അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് മഹത്വം കൊടുത്തോ. Fear is leaving. ഈ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മിനിറ്റ് തന്നെ ഇവളുടെ ശരീരം ആത്മദേഹി മുഴുവനായിട്ട് ഈ മിനിറ്റ് തന്നെ കർത്താവിന്റെ രക്ഷ അനുഭവിക്കണം. God's power is coming on her. യേശുവിന്റെ നാമത്തിൽ നിറയട്ടെ. ഈ വീട് മുഴുവൻ നിറയട്ടെ. Let this house be filled. മരിച്ചു എഴുന്നേറ്റോ. ഇതെങ്ങനെയാ ചെവിയുടെ ഇത് പോയത്? എന്നാ സംഭവിച്ചതാ? അത് എന്നോടൊന്ന് പറഞ്ഞേ. എന്നാ പറ്റിയതാ അത്? ചെറുപ്പത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. എത്രാമത്തെ വയസ്സിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്? പക്ഷേ എപ്പോഴാണ് നഷ്ടപ്പെട്ടതെന്ന് അറിയത്തില്ല. ഞാനൊരു ദിവസം ഒരു 10-20 വർഷം മുമ്പ് ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഹിയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓ, അന്നേരം തിരിച്ചറിയുന്നത്. പക്ഷെ ചെറുപ്പം പോലെ ഇതിങ്ങനെയായിരുന്നു, അറിയത്തില്ലായിരുന്നു. എനിക്ക് കേൾവി ഉണ്ടെന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു. ഈ ചെവി കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും നഷ്ടപ്പെട്ടതാ. ഓ ജീസസ്. ഞാൻ ആ ചേച്ചി അവിടെ നിന്നപ്പോൾ വ്യക്തമായിട്ട് കണ്ടു, ഇതിനകത്ത് ഹോളുകൾ ഇങ്ങനെ വീണിട്ട് ഞരമ്പുകൾ, ചെറിയ വെയിൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കരം ഇങ്ങനെ വയറിങ് ചെയ്യുന്ന പോലെ വന്ന് പുതിയ സൃഷ്ടിപ്പ് അവിടെ നടത്തിയിരിക്കുകയാണ്. കരമടിച്ചുകൊണ്ടൊന്ന് യേശുവിനെ ഒന്ന് മഹത്വം കൊടുത്തേ. വന്നേ ചേച്ചി, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഈ ചെവി ഒന്ന് അടച്ചു പിടിച്ചേ. കേൾവി ഉള്ളത് അടച്ചു പിടിക്കുക. കേൾവി ഉള്ളത് അടച്ചു പിടിക്കുക. ഓക്കെ, അടച്ചു പിടിക്കുക. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഉണ്ട് ഉണ്ട്. നാട്ടിലെവിടാ വീട്? കോഴിക്കോട്. തോട്ടുമുക്കം. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് റാന്നിയില. ഞാൻ വീട്ടിൽ നിന്ന് 1988 പോയതാ. UK 2005 വന്നതാ. പോയിട്ടുണ്ട്. എല്ലാ ഇയറിലും പോയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ 3 വർഷം കൂടിയൊക്കെ പോകാറുണ്ട്. ഉണ്ട് ഉണ്ട്. ഒരു കേട്ടിനി കരങ്ങളെ അടിച്ച് കർത്താവിന് ഒരു നല്ലായിട്ട് കേട്ടിനി. ഹല്ലേലൂയ. ഓർമ്മ വെച്ച കാലത്ത് നഷ്ടപ്പെട്ടതാണ്. ഗിവ് എ വണ്ടർഫുൾ ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചോണ്ടോന്ന് യേശുവിന് മഹത്വം കൊടുത്താണ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഓ, ദ അനോയിന്റിംഗ്. ദിസ് ഈസ് ഓൾ ഇൻഹെറിറ്റൻസ്. റിയലൈസിങ് ദ ഇൻഹെറിറ്റൻസ്. നമ്മളുടെ കോതമംഗലത്തെ മീറ്റിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ഹീലിംഗ് ഭയങ്കരമായിട്ട് നമ്മളെ ചലഞ്ച് ചെയ്തു. അത് In Kodamangalam last time we had a meeting where ലൈവ് ഉണ്ടായിരുന്നു കോതമംഗലത്ത്. എത്ര പേര് അത് ലൈവായിട്ട് കണ്ടിരുന്നു? ആ കോതമംഗലത്തെ പെൺകുട്ടിയുടെ കേൾവി കിട്ടുന്നത് എത്ര പേര് ലൈവായിട്ട്? How many of you saw live that meeting? ചേച്ചി കണ്ടായിരുന്നു അല്ലേ? സൗബ്രറൊക്കെ കണ്ടായിരുന്നു അല്ലേ? Alright. ഓ, അത് എന്നെ അത്ര അതിശയിപ്പിക്കാൻ കാര്യം, ഈ കുഞ്ഞിന് ചെവി കേൾക്കാൻ കഴിയത്തില്ലെന്ന് ഇവിടെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഉണ്ട്. By birth every certificate had that she was deaf. എന്നിട്ട് ഇവളെ സ്പെഷ്യൽ സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത്. She was kept in special school. സ്പെഷ്യൽ സ്കൂളിൽ ഇവളുടെ കൂടെ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളെയും കൂടെ അന്ന് അവിടെ പ്രേയറിന് കൊണ്ടുവന്നിട്ടുണ്ട്. From that special school, 2 people also accompanied her to that prayer meeting. അവരുടെ അപ്പനും അമ്മയ്ക്കും വിശ്വാസം ഇല്ല ഇങ്ങനെ യേശു സൗഖ്യമാക്കുന്നു. സോ അവളുടെ വല്യമ്മ രാവിലത്തെ TV ശുശ്രൂഷ കാണുന്നതാണ്. അവളുടെ വല്യമ്മ പറഞ്ഞു, നമുക്കേതെല്ലാം മോൻ്റെ അടുത്ത് ഈ മോളെ ഒന്ന് കൊണ്ടുപോകാം. അങ്ങനെ ഇവർ കൊണ്ടുവന്നതാണ്. Oh my God. Her parents didn't believe that Jesus can heal, but her grandmother who used to see. ഒരു കോളനിയിൽ നിന്ന് വന്നവരുണ്ട്. ഇവരെല്ലാം ആ വീഡിയോ എനിക്ക് തോന്നുന്നു അപ്ലോഡ് ആകുന്നേ ഉള്ളൂ, അതോ എനിക്ക് ആർക്കൈവിലുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളത് കാണണം. വാവിട്ട് കരയാണ് അയൽവക്കംകാർ. ഒരു ചേച്ചി പറയാണ്, 12 വർഷമായിട്ട് ഞാൻ ഇവരുടെ അയൽവക്കത്ത് താമസിക്കുകയാണ്. 12 വർഷം കൊണ്ട് എനിക്കറിയാം ഈ കുഞ്ഞിന് ചെവി കേൾക്കത്തില്ല. എൻ്റെ ബ്രദർ ഇപ്പോൾ ഇതൊക്കെ അവർക്ക് ആ അയൽവക്കത്ത് നിന്ന് വന്നവർക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് ചോദിക്കുക, മാതാപിതാക്കളുടെ സന്തോഷം എത്തായിരിക്കും. രാവിലെ ഇത് സംഭവിക്കുന്നു, വൈകുന്നേരം അവിടെ കോതമംഗലത്ത് അറിയാം ഹൈ റേഞ്ച് ഭാഗങ്ങളായതുകൊണ്ട് വാഹന സൗകര്യം രാത്രിയായി വളരെ കുറവാണ്. 3 ജീപ്പ് നിറച്ച് ആ കോളനിയിൽ നിന്ന് ആൾക്കാർ വന്നിരിക്കുകയാണ് ഈ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേട്ടിട്ട്.
സോ രാത്രി മീറ്റിങ്ങിനായിട്ട് ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഒന്നും താല്പര്യമില്ലാത്തവർ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ഫ്രണ്ടിലത്തെ ലൈനിൽ വന്നിരിക്കുക ഈ കുട്ടിയുടെ അപ്പനും അമ്മയും. എന്നിട്ട് ഇവർക്കറിയത്തില്ല എന്തോ ചെയ്യണം. പാവത്തുങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ നിർധനരുണ്ടോന്നാ. അവസാനം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബ്രദർ ഈ നേർച്ച ഒന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നാട്ടിൽ ഒരു 100 രൂപ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 1 കോടി രൂപ തന്നാൽ പോലും ഇതിന് പ്രതിഫലം ആകത്തില്ല, ഇത് നിങ്ങളുടെ ദൈവത്തിനൊരു നേർച്ചയായിട്ട് കൊടുക്കണം. സോ ഞാൻ പറഞ്ഞത് ഹീസ് അലൈവ്, അവിടുന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിനെ മഹത്വം കൊടുത്തേ. He is alive. He is alive. No doubt. He is alive. He is alive. നിങ്ങളെ അവന്റെ അവകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. You have been called into his inheritance. ഇപ്പൊ ശുശ്രൂഷയിൽ ഇന്ന് വരാൻ പറ്റാതെ ഓൺലൈനായിട്ട് ഈ ശുശ്രൂഷ വീക്ഷിക്കുന്നവരെ, വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടി അങ്ങോട്ട് നിർത്ത്. Those who are watching us online right now, if you are driving a vehicle, stop your car. എവിടുന്ന് ഇത് കേൾക്കുന്നു? ചോട്ട കൂടെ ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് പറ, ഞാൻ അനാഥനല്ല, ഞാൻ അവകാശിയാ. Get up and say, I am ഞാൻ not പ്രതിഫലം an വാങ്ങി orphan. പിരിയാൻ വന്നതല്ല, ഞാൻ അവകാശം അനുഭവിക്കാൻ വന്നതാ. I am an inheritor and I will experience my inheritance. യേശുവിന്റെ നാമത്തിൽ അവകാശം അനുഭവിക്കാൻ വന്നവനാ. വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ സൗഖ്യത്തെ ഏറ്റെടുത്തേ. കമോൺ. Take that in Jesus' name. ഇനി എന്തിനാ നോക്കി നിൽക്കണേ? എനിക്കിവിടെ ഒരു റോളും ഇല്ല. ഹാലലൂയ. ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക്, ഈ അച്ഛൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു റോളും ഇല്ല, വെറും വിളമ്പുകാരൻ. Nobody has a role here. We are just distributing. കലവറയിൽ നിന്ന് കിട്ടുന്നത് വിളമ്പുന്ന വെറും വിളമ്പുകാരാ ഞങ്ങളെല്ലാം. പക്ഷെ ഇവിടെ വിളമ്പുന്നവൻ വന്നിട്ടുണ്ട്, അവന്റെ പേര് യേശു എന്നത്രേ. അവനെന്ന് ധാരാളമായിട്ട് ചോദിക്കുന്നവന് കൊടുക്കുകയാണ്. എല്ലാം ഉള്ളവൻ അവകാശി. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി I വെച്ചു. am the inheritor in him. എനിക്ക് വചനം പ്രസംഗിച്ച കൊതി അങ്ങോട്ട് തീർന്നില്ല, എന്നാലും സാരമില്ല, ഇത് പ്രാപിച്ചു നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ. അവകാശി ഒന്ന് പറഞ്ഞു, അവകാശി Inheritor. ഒന്ന് പറഞ്ഞു, അവകാശി. Heir. യേശുവിന്റെ നാമത്തിൽ അവകാശി. Heir. ഉറക്കെ പറയുക, ഞാൻ അവകാശിയാണ്, I am the ഞാൻ heir. അനാഥനല്ല, I am not an orphan. ഞാൻ അവകാശിയാണ്. I am the inheritor. തിരുഹിതത്തിന്റെ അവകാശി, I am the inheritor. പ്രിയനായവനിൽ അവകാശി. I am the inheritor of the beloved. പല സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, Many here are getting healed. പല വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. Lot of deliverances are taking place. പെട്ടെന്ന് വിളിച്ചോ യേശുവിനെ, Call upon the name of Jesus. പെട്ടെന്ന് വിളിച്ചോ കർത്താവിനെ, Call upon the name of the Lord. ഒട്ടും മടിക്കാതെ വിളിച്ചോ യേശുവേന്ന്. Call upon his name Jesus. വലിയ കാര്യങ്ങളാ സംഭവിക്കാൻ പോകുന്നത്. Lot of big things are നിങ്ങൾ happening. തയ്യാറാണെങ്കിൽ വിളിച്ചോ യേശുവിനെ. Be ready and call upon him. തയ്യാറാണെങ്കിൽ വായി തുറന്ന് വിളിച്ചോ If യേശുവേന്ന്. you are ready, call his name Jesus. Call his name Jesus. Call his name Jesus. ഭയങ്കര സ്പർശനങ്ങൾ നടക്കുക. He is touching. എത്ര പഴകിയ വിഷയങ്ങളായിക്കോട്ടെ, ഇന്നിവിടെ ഒരുകി മാറിയിരിക്കുക. Whatever be the problem, it is going out. ഇന്നിവിടെ ഒരുകി മാറിയിരിക്കുക. It goes now. കാരണം അവകാശികളാണ്. Because you are an inheritor. അവകാശികളാണ്. Because I am an inheritor. അവകാശിയാണ് ഞാൻ. പറഞ്ഞേ. I am an inheritor. Say that. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, നിന്മകനാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര ബോധമാ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, നിന്മകനായി ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര ബോധം. കരങ്ങളെ ഉയർത്തുക. യേശു വാഴ്കയാൽ ആകുലമില്ല, Let's raise up our hands. നാളെയെന്ന ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോ. എത്ര ധന്യമേ ജീവിതം. Because he lives, I can face tomorrow. Because he lives, all fear is gone.
Because I know He holds my future. My life is worth the living just because He lives. യേശുവേ, അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, നിൻ മകനായി ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. അനാഥനാവില്ല, അശരണനാവില്ല, അവകാശിയാക്കിയേ അവകാശിയായി ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര ബോധമാ. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds my future. My life is worth the living just because He lives. എത്ര പേര് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്? Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds my future. My life is worth the living just because He lives. ഒരിക്കൽ കൂടെ. Because He lives, I can face tomorrow. You will face tomorrow with all confidence because He lives. All fear is gone. All fear is gone. Because I know He holds my future. My life is worth. My life is worth. My life is worth. Your life is worth. Because you are the inheritor in Christ Jesus. No longer bound servant, but we are sons and daughters. We are born in the family of God. Hallelujah. We are born in His inheritance. We are born in His inheritance. അവന്റെ അവകാശത്തിൽ ജനിച്ച മക്കളാണ് നിങ്ങൾ. We are born in His inheritance. What a wonderful privilege God has given. What a wonderful privilege is this. What a great privilege. What a wonderful privilege is this. Hallelujah. Hallelujah. I am the inheritor in Christ I am Jesus. the inheritor in Christ Jesus. പിതാവേ, ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Amen. ഈ ആഫ്റ്റർനൂൺ സെഷനിലും ഞങ്ങൾ വലിയ കാര്യം പ്രതീക്ഷിക്കുന്നു. Amen. ഇന്ന് പകൽ കർത്താവേ ഓരോ ജീവിതങ്ങളും തിരിച്ചറിയട്ടെ. Amen. അവരെ ഇരുത്തിയിരിക്കുന്ന പൊസിഷൻ Yes. യേശുവിന്റെ നാമത്തിൽ പ്രത്യേകിച്ച് ഓൺലൈവായിട്ട് കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മക്കൾ അറിയട്ടെ Let the അവരെ people എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പൊസിഷൻ the position in Christ. യേശുവിന്റെ നാമത്തിൽ അതിൽ അവർ റൂൾ ചെയ്യട്ടെ. Amen. Thank you in Jesus name. Amen. 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 Amen.